السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله حيثما كنتم. ആദരണീയരായ പണ്ഡിതന്മാരെ, ഈ മഹത്തരമായ മനോഹരമായ പ്രതിഫലേച്ഛയോടുകൂടി നാം സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഫാമിലി കോൺഫറൻസിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിച്ച ബഹുമാന്യ പണ്ഡിതൻ അബ്ദുൽ ജബ്ബാർ അബ്ദുല്ല മദീനി അവറുകൾ, സ്റ്റേജിലും സദസ്സിലുമായിരിക്കുന്ന ഏറെ ബഹുമാന്യരായ മറ്റു കേന്ദ്രങ്ങളിൽ ദഅ്വാരംഗത്ത് സജീവമായി കൊണ്ടിരിക്കുന്ന നമ്മുടെ ജ്യേഷ്ഠ സഹോദരങ്ങൾ, പണ്ഡിതന്മാർ, അതിലുപരി ഒരു ഫാമിലി കോൺഫറൻസ് സംഘടിപ്പിച്ചപ്പോൾ അതിൻ്റെ തുടക്കം മുതൽ അതിൽ പങ്കാളികളാവണം എന്നാഗ്രഹിച്ചുകൊണ്ട് വളരെ നേരത്തെ ഈ ഓഡിറ്റോറിയത്തിൽ എത്തിച്ചേരുകയും സംഘാടകരുടെ കണക്കുകൂട്ടലുകൾക്കപ്പുറം ഇനിയും സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുമാറ് ആളുകൾ ഇനിയും വന്നുകൊണ്ടിരിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ഇവിടെ എത്തിച്ചേർന്ന എൻ്റെ ജ്യേഷ്ഠാനീയന്മാരെ, സഹോദരിമാരെ, മാതൃതുല്യരായ ഉമ്മമാരെ, പിതൃതുല്യരായ ജ്യേഷ്ഠ സഹോദരങ്ങളെ, ഈ മഹത്തരമായ സമ്മേളനത്തിൻ്റെ ബഹുമാന്യനായ അധ്യക്ഷൻ, അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും നല്ല ലക്ഷ്യങ്ങളെയും ആഗ്രഹങ്ങളെയും അള്ളാഹു പൂർത്തീകരിച്ചു തരുമാറാകട്ടെ. ഇവിടെ നാം ഒരുമിച്ചു ചേർന്നതുപോലെ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മളെല്ലാവരും ഒരുമിച്ചു ചേരുമെന്ന് ആശങ്കകൾക്കിടമില്ലാതെ വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അവിടെ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി ഒരുമിച്ചു ചേരാൻ അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകുമാറാകട്ടെ. അസറിന് മുമ്പ് നടന്ന സെഷനിൽ കുടുംബജീവിതത്തിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ആശങ്കകളും അനുഭവങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ചില പരിഹാരങ്ങളുമൊക്കെയാണ് ബഹുമാന്യനായ സുഹൃത്ത് എൻ്റെ റഫീഖ് സലഫി ഇവിടെ നിർവഹിച്ചിട്ടുള്ളത്. ഉദ്ഘാടന സംസാരത്തിൽ നിങ്ങൾ കേട്ടതുപോലെ സംസാരം, പ്രസംഗം, ക്ലാസ് എന്നതിനപ്പുറം ഇനി ഒരുപക്ഷെ 10,000-കണക്കിന് ആളുകൾ നമ്മൾ ഒരുമിച്ചു ചേർന്നാലും നമ്മൾ തീരുമാനിക്കാതെ, നമ്മുടെ മനസ്സുകൾ മാറ്റത്തിന് തയ്യാറാവാതെ, നമ്മുടെ ഫാമിലിയിൽ എന്നല്ല നമ്മുടെ ജീവിതത്തിൻ്റെ മുച്ചൂടി രംഗങ്ങളിൽ മാറ്റമുണ്ടാക്കാൻ സാധ്യമല്ല. ഒരു വലിയ മനോഹരമായ സമ്മേളനത്തിൽ 10,000-കണക്കിന് ആളുകൾ ഒരുമിച്ചു ചേർന്നു എന്നത് ഒരുപക്ഷെ
കുറേ ആളുകൾക്ക് ചിന്തിക്കാനും കൂടുതൽ ശ്രദ്ധയോടുകൂടി കേൾക്കാനുമൊക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാക്കുമെന്നതിൽ തർക്കമില്ല. പക്ഷേ നാം ഓരോരുത്തരായി ചിന്തിച്ചുകൊണ്ട് ഇവിടെ കേൾക്കുന്ന ഉപദേശങ്ങളെ ജീവിതത്തിൻ്റെ പ്രായോഗിക തലങ്ങളിലേക്ക് കൊണ്ടുവന്ന് ഒരാത്മപരിശോധനക്കും ആത്മവിചിന്തനത്തിനും തയ്യാറാവുക എന്നതാണ് പരിഹാരം. ആ അർത്ഥത്തിൽ ചിന്തിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, കുടുംബം എന്നത് അതിൻ്റെ വ്യത്യസ്തമായ ഓരങ്ങളും വശങ്ങളുമൊക്കെ ഇവിടെ ചർച്ച ചെയ്തു. ഇതൊരു പുണ്യകരമായ പ്രതിഫലം ലഭ്യമാകുന്ന ഒരു ജീവിതത്തെയാണ്, ഒരു സംവിധാനത്തെയാണ്, ഒരു സ്ഥാപനത്തെയാണ് സത്യത്തിൽ നാം കുടുംബം എന്ന് വിളിക്കുന്നത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, മൻ റസഖഹുല്ലാഹു ഇംറഅതൻ സ്വാലിഹ വഖദ ആനഹുല്ലാഹു അലാ ശത്രി ദീനിഹി. ഒരാളൊരു വിവാഹത്തിലൂടെ തൻ്റെ ഇണയെ അവർക്ക് വേണ്ട ഉപജീവന മാർഗങ്ങൾ നൽകി സർവശക്തനായ റബ്ബിൻ്റെ തൗഫീക്ക് കൊണ്ട് ആ അർത്ഥത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അല്ലാഹു തആല അവൻ്റെ ജീവിതത്തിൽ നൽകുന്ന അവൻ്റെ ദീനിൻ്റെ പകുതിയോളം നേരെ ചൊവ്വേ കൊണ്ടു നടക്കാനുള്ള ഒരു സഹായം സർവശക്തനായ അല്ലാഹു അവന് നൽകുന്നു എന്നതാണ് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ കേൾപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് പറഞ്ഞു, ഫല്യത്തഖില്ലാഹ ഫിശ്ശത്രി സാനി. രണ്ടാമത്തെ ഭാഗം സർവശക്തനായ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നതിലൂടെ നേടേണ്ടതാണ്. ഒരു വൈവാഹിക ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കുന്നത് മുഖേന, ഒരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് മുഖേന അവന്റെ ജീവിതത്തിൽ ഒരുപാട് സൂക്ഷ്മത, ഭക്തിയുടെ തലങ്ങൾ കടന്നു വരുന്നു എന്നതാണ് വഹയിന്റെ അടിസ്ഥാനത്തിൽ നമ്മളോട് ദീന് പറഞ്ഞു തന്ന മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഓരോ സംസാരങ്ങളുടെയും തുടക്കത്തിൽ നാം കേൾക്കുന്നത് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്നതാണ്. വ്യക്തികളോട് നമ്മൾ പറയുന്നു, സമൂഹത്തോട് പറയുന്നു, ഇത്തഖില്ലാ ഇത്തഖുല്ലാ ഹൈസുമാ കുൻത. നീ എവിടെയാണെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കണം, നിങ്ങൾ എവിടെയാണെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കണം. അതൊരു കുടുംബ ജീവിതത്തിൻ്റെ മേഖലയിൽ മാത്രമല്ല, നമ്മുടെ ജീവിതം സ്പർശിച്ചു നിൽക്കുന്ന ഏതൊക്കെ മേഖലകളുണ്ടോ അവിടെയെല്ലാം എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന, എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന, ഹൃദയത്തിൻ്റെ തുടിപ്പും മിടിപ്പും കൺട്രോൾ ചെയ്യുന്ന സഹോദരങ്ങളെ, അത്ഭുതകരമായി ശരീരത്തെ നമുക്ക് സമ്മാനിച്ച, എപ്പോഴും നമ്മളൊക്കെ കേൾക്കുന്നതാണ് അതിൻ്റെ ആന്തരിക അവയവങ്ങളെക്കുറിച്ചും ശാരീരികമായ പ്രത്യേകതകളെക്കുറിച്ചും ശരീരത്തിൻ്റെ അത്ഭുതകരമായ പ്രക്രിയകളെക്കുറിച്ചുമൊക്കെ. ഒരു 3 ദിവസം നമ്മുടെ ശ്വാസ തടസ്സം വന്ന് ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിറ്റായാൽ 1000ങ്ങളും 10,000ങ്ങളും ചെലവഴിക്കണം. എന്നാൽ 50 വയസ്സുള്ള, 60 വയസ്സുള്ള, 40 വയസ്സുള്ളവർ, 30 വയസ്സുള്ളവർക്ക് ഈ സദസ്സിലുണ്ട്. ഇത്ര വർഷങ്ങളായി ഈ പ്രകൃതിയിൽ വളരെ സുന്ദരമായി, വളരെ സ്മൂത്തായി നാം ഈ ശ്വസന പ്രക്രിയ എന്ന് പറയുന്ന സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിയതിന് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഞാൻ എന്ത് നന്ദി കാണിച്ചു എന്ന ഒരു ചോദ്യം സ്വന്തത്തോടൊന്ന് ചോദിച്ചു നോക്കൂ നിങ്ങൾ. വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും ഭക്ഷിക്കുന്ന നമ്മൾ, നമ്മുടെ ദഹന പ്രക്രിയ തന്ന, ആമാശയ സംവിധാനം തന്ന സർവശക്തനായ അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ സംവിധാനത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? അതൊരു 4 ദിവസം 3 ദിവസം അല്ല, കുറച്ച് ദിവസങ്ങളായി നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകേണ്ട വേസ്റ്റുകളെ കളയാൻ പറ്റാതെ മൂത്രവും മലവുമൊക്കെ ശരീരത്തിൽ കെട്ടിനിന്ന് വയറ് സ്തംഭിച്ച് ഒരു ഹോസ്പിറ്റൽ, അതല്ലെങ്കിൽ ഒരു ഡോക്ടറെ, അതല്ലെങ്കിൽ അതിനുള്ള സംവിധാനങ്ങളെ
സന്ദർശിച്ച് അതിനുവേണ്ട സൗകര്യങ്ങൾ ഒരുക്കുമ്പോൾ എത്ര ക്യാഷാണ് നാം ചെലവഴിക്കേണ്ടി വരിക? എന്നാൽ ഇത്ര കൊല്ലങ്ങളായി ഇത് വളരെ ഭംഗിയായി നടന്നതിനെക്കുറിച്ച് നാം ആലോചിക്കുന്നുണ്ട്. ഓരോ 3 ദിവസം കൂടുമ്പോഴും ആമാശയത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന ദഹന പ്രക്രിയ സംവിധാനത്തിലൂടെ ആമാശയ ഭിത്തിക്ക് പരിക്കേൽക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് സയൻസ് അങ്ങനെ വിശദീകരിച്ചിട്ടില്ലേ? ആമാശയത്തിനുള്ളിൽ ഒരു പ്രത്യേക തരം പാടയെ സർവശക്തനായ അല്ലാഹു നൽകി എന്ന്. അത് ഓരോ 3 ദിവസം കൂടുമ്പോഴും ആ ആമാശയ ഭിത്തിയെ കവർ ചെയ്ത് നിൽക്കുന്ന ബ്ലാഡർ പോലെ നിൽക്കുന്ന ആ പാടയെ ചുരുട്ടിക്കളഞ്ഞ് ഒരു പുതിയ പാടയെ ഓരോ 3 ദിവസം കൂടുമ്പോഴും ലോകത്തുള്ള 800 കോടിയിലധികം മനുഷ്യർക്കും അല്ലാഹു തആല ഓരോ 3 ദിവസം കൂടുമ്പോഴും സംവിധാനിച്ചു കൊടുക്കുന്നു എന്നതിനെക്കുറിച്ച് നാം ആലോചിച്ചിട്ടുണ്ടോ? ഈ അർത്ഥത്തിൽ വിശദീകരിക്കുകയാണെങ്കിൽ കുറേ സമയം അതിന് വേണം. സഹോദരങ്ങളെ, നമ്മുടെ ശരീരത്തിലേക്ക് ഒന്ന് ചിന്ത തിരിച്ചുവിട്ട് എൻ്റെ റബ്ബ് എനിക്ക് തന്ന സൗകര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചെങ്കിലും ഞാൻ അവന് നന്ദിയുള്ളവനായി, അവനോട് കടപ്പാടുള്ളവനായി, കടമ നിർവഹിക്കുന്നവനായി, ബാധ്യത നിർവഹിക്കുന്നവനായി മാറണമെന്ന ആലോചനയ്ക്ക് ഏറെ സമയം ചെലവഴിക്കേണ്ടി വരില്ല. അപ്പൊ ഞാൻ ഒന്നാമത്തെ കാര്യമായി ഈ സംസാരത്തിൽ പറയുന്നത്, ഒരു ഫാമിലി കോൺഫറൻസ് എന്ന നിലക്ക് സഹോദരങ്ങളെ, ഇതൊരു പുണ്യകരമായ ഒരു കുടുംബ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു പുണ്യകരമായ പ്രതിഫലം അല്ലാഹുവിൻ്റെ അടുക്കൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു യാത്രയിലേക്കാണ് നമ്മൾ പ്രവേശിച്ചത് എന്ന് മനസ്സിലാക്കാനാണ്. നന്ദിയുള്ളവരായി, അല്ലാഹുവിനോട് കടമ നിർവഹിക്കുന്നവരായി നമ്മൾ മാറുക എന്നത് സാന്ദർഭികമായി അതിനോട് ചേർത്ത് വായിക്കുക. രണ്ടാമതായി, സർവശക്തനായ അല്ലാഹു ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് സൂര്യനെ, ചന്ദ്രനെ, നക്ഷത്രങ്ങളെ, ആർത്തിരമ്പുന്ന തിരമാലകളുള്ള സമുദ്രം എല്ലാം അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. കുടുംബജീവിതത്തെയും വൈവാഹിക ജീവിതത്തെയും ഒരു ഇണയെ തെരഞ്ഞെടുക്കുന്ന ഘട്ടത്തെയും ഒക്കെ വിശദീകരിക്കുന്ന സ്ഥലത്ത് അല്ലാഹു തആല പ്രയോഗിച്ച വാക്ക് വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. സാധാരണ നിക്കാഹിന്റെ ഖുതുബകളിലൊക്കെ ഈ ആയത്ത് കേൾക്കുന്നവരാണ് നമ്മൾ. അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് നിങ്ങൾക്ക് വേണ്ട ഇണകളെ നിങ്ങളാകുന്ന വർഗത്തിൽ നിന്ന് അല്ലാഹു ഒരുക്കി തന്നു എന്നതാണ്. ഞാനതിൽ വിശദീകരണത്തിൽ കിടക്കുന്നില്ല. ആ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ആ നിമിഷം മുതൽ നമ്മുടെ മനസ്സുകളിലേക്ക്, ഹൃദയത്തിലേക്ക് അല്ലാഹു തആല വിശദീകരിക്കാനാവാത്ത ഒരിഷ്ടവും പ്രേമവും കാരുണ്യവും നിക്ഷേപിക്കുകയാണ്. അപ്പൊ ഇത് അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തമായിട്ടാണ് അല്ലാഹു തആലയുടെ ഖുർആൻ ഈ ഫാമിലി കോൺഫറൻസിൽ ഇരിക്കുമ്പോൾ നമ്മളൊക്കെ ഒരു ഫാമിലിയായി, കൂട്ടുകുടുംബമായി, ഉമ്മയും വാപ്പയുമായി, ഭാര്യയും മക്കളുമായി ജീവിക്കുമ്പോൾ അതൊരു ദൃഷ്ടാന്തമായിട്ടാണ് അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് നാം മറന്നു പോകാൻ പാടില്ല. മൂന്നാമത്തെ കാര്യമായി, ഇത് ഞാൻ നിർവഹിക്കുന്ന ഒരു ഉത്തരവാദിത്തമാണ്. ഒരു സഹോദരൻ അവൻ്റെ ഇണയോട് നൽകുന്ന, ആ സഹോദരി അവളുടെ ഇണക്ക് നൽകുന്ന, മക്കളോട് നൽകുന്ന, മാതാപിതാക്കളോട് നൽകുന്ന ഒരു റെസ്പോൺസിബിലിറ്റിയാണ്, ഒരു ഉത്തരവാദിത്തമാണ് എന്ന് എല്ലാ മേഖലയിലും ആ ഉത്തരവാദിത്തം നമുക്ക് നിർവഹിക്കാനുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെയും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. കുല്ലുക്കും റാഇ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. ഓരോരുത്തർക്കും അവരുടെ കൃത്യമായ നാളെ ചോദ്യങ്ങളുണ്ട്. അവരുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ചില ഉത്തരവാദിത്തങ്ങൾ എല്ലാവർക്കും
ഓരോരുത്തർക്കായി നിർവഹിക്കാനുണ്ട് എന്ന് ഒരു സഹോദരിക്ക്, ഒരു സ്ത്രീക്ക് ഭർത്താവിനോട്, ഭർത്താവിന് ഭാര്യയോട്, ഉപ്പക്കുമ്മയോട്, അതുപോലെ തന്നെ ഉമ്മക്കുപ്പയോട്, മക്കളോട്, മക്കൾക്ക് തിരിച്ചു മാതാപിതാക്കളോട്, ഭരണാധികാരികൾക്ക് പ്രജകളോട്, തിരിച്ചും മറിച്ചുമൊക്കെ നമുക്കൊക്കെ വലിയ കടപ്പാടുകൾ നിർവഹിക്കാനുണ്ട് എന്ന ബോധം നമുക്കുണ്ടാകണം. ഇത് അല്ലാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ വേഗം പറഞ്ഞു പോവുകയാണ്. നാലാമത്തെ കാര്യം, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അയുൻ. നമ്മുടെ ഇണയിൽ നിന്ന്, നമ്മുടെ മക്കളിൽ നിന്ന് നമുക്ക് കൺകുളിർമ കിട്ടാൻ, പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നവരാണ്. അല്ലാഹു തആല അത് നമുക്ക് നൽകുമാറാകട്ടെ. ഒരു കൺകുളിർമ സർവശക്തനായ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ഈ ഭാര്യയിലൂടെ നമുക്ക് നൽകാൻ, മക്കളിലൂടെ നമുക്ക് നൽകാൻ, ആ കുടുംബത്തിലൂടെ നമുക്ക് കിട്ടാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനാണ് അല്ലാഹു തആല നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്നിട്ട് അല്ലാഹു തആല ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ പറയുന്നുണ്ട്, ഉലൈക യുജ്സൗനൽ ഉർഫത ബിമാ സബറു. ക്ഷമയോടുകൂടിയ കാര്യങ്ങളെ, ക്ഷമ അവലംബിച്ചുകൊണ്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്തു പോകുന്നവർക്ക് നാളെ നൽകുന്ന സ്വർഗത്തിലെ ഉർഫത്തിനെ കുറിച്ച്, താമസ സൗകര്യത്തെക്കുറിച്ച്, ഭവനത്തെക്കുറിച്ചൊക്കെ അല്ലാഹു തആല നമുക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്. ഈ കുടുംബം എന്ന് പറഞ്ഞത് നമ്മൾ ഈ ജുബൈലിന്റെ പരിസരത്ത് നടത്തുന്ന ഫാമിലി കോൺഫറൻസിൽ ചർച്ച ചെയ്യുന്ന ഒന്നല്ല. കേരളക്കരയിലെ എല്ലാ ജില്ലകളിലും ഫാമിലി കോൺഫറൻസുകൾ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ കീഴിൽ ഇനി തിരുവനന്തപുരത്ത് കൂടി നടന്നാൽ ഏകദേശം എല്ലാ ജില്ലകളിലും നടന്നു കഴിഞ്ഞു. അവിടെ വെച്ച് ചർച്ച ചെയ്യുന്ന ഒന്നാണ് കുടുംബം. നമ്മുടെ മുമ്പേ മരണപ്പെട്ടു പോയ നമ്മുടെ നേതാക്കന്മാരും നമ്മുടെ പണ്ഡിതന്മാരുമായ സംഘടനാ നേതാക്കന്മാരും അല്ലാത്തവരുമായ ആളുകൾ ചർച്ച ചെയ്ത ഒന്നാണോ? അല്ലെങ്കിൽ ഒരു രൂപം കണ്ട ഒന്നാണോ? ആദ്യമേ ഇത് നിലനിന്നു പോരുന്ന ഒരു സംവിധാനമാണ് കുടുംബം. ലോകത്ത് പ്രസവിക്കുക എന്ന പ്രക്രിയ നടക്കുന്ന 6543 ജീവജാലങ്ങളെക്കുറിച്ച് ലോകത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. എന്നാൽ അവർക്കൊക്കെ കുടുംബമുണ്ടോ? അവരെക്കുറിച്ച്, ജന്തുലോകത്തെക്കുറിച്ച് പഠിക്കുന്ന ആളുകൾ പ്രയോഗിക്കുന്ന വാക്ക് അതൊരു സംഘമാണ്, അതൊരു കൂട്ടമാണ്. അവർക്ക് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഉത്തരവാദിത്തം നിർവഹിക്കാനുണ്ടോ? ഒരു പശു പ്രസവിച്ച് അതിൻ്റെ കുഞ്ഞു വലുതായാൽ ആ പശുവിൻ്റെ മുകളിൽ ഇണചേരാൻ ചാടിക്കയറുന്ന ഒരു പ്രക്രിയ അവിടെ ലോകത്തില്ലേ? അതേ ലോകത്തിലേക്ക് ലഹരിയുടെയും മയക്കുമരുന്നിൻ്റെയും അതുപോലെയുള്ള വ്യത്യസ്തമായ പേരുകൾ ഇട്ട് വിളിക്കുന്ന ഈ ആധുനിക ലോകത്തിലെ നമ്മെ എല്ലാവരെയും ഞെട്ടിച്ചു കളയുന്ന ലഹരിയുടെ വല്ലാത്ത അഡിക്ഷൻ കാരണം മാതാപിതാക്കൾക്ക് നേരെ ഈ അർത്ഥത്തിൽ കാമ വികാരങ്ങളോടുകൂടി നോക്കിക്കാണുന്ന പുതിയ തലമുറയെ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമ്മെയും നമ്മുടെ മക്കളെയും എല്ലാവരെയും അള്ളാഹുവിൻ്റെ ദീനിൽ ഉറച്ചു നിൽക്കാനും സൂക്ഷ്മതയോടുകൂടി ജീവിക്കാനുമുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരൊക്കെ സംഘമാണ്, കൂട്ടമാണ്. ആ സംഘങ്ങളായി പോകുന്നവർ, കൂട്ടങ്ങളായി പോകുന്നവർ, അവരുടെ ജീവിതശൈലിയെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ, പഠിച്ചു നോക്കൂ. അവർക്ക് പ്രത്യേകമായ ട്രെയിനിങ് നമ്മൾ ആരും നൽകാതെ, ഒരു പശു പ്രസവിച്ചു, അതിൻ്റെ കുഞ്ഞ് ഒന്ന് വെള്ളത്തിലേക്ക് വീണാൽ നീന്തിക്കരയിലേക്ക് വരാൻ ആരും ട്രെയിനിങ് നൽകേണ്ടതില്ല. കോഴിമുട്ടയുടെ ഉള്ളിൽ നിന്ന് വിരിഞ്ഞ് പുറത്തു വന്ന കോഴിക്കുഞ്ഞുങ്ങളെ മണിക്കൂറുകൾ കഴിഞ്ഞ് പുറത്തിറങ്ങി കള്ളക്കോഴിയുടെ കൂടെ ചിക്കിച്ചിനക്കി കൊടുക്കുന്ന ചെറിയ ചെറിയ ധാന്യമണികളെ പൊറുക്കി തിന്നാൻ വരുന്ന കോഴിക്കുഞ്ഞുങ്ങളുടെ മുന്നിലേക്ക് പരുന്തോ കടുകനോ കാക്കയോ റാഞ്ചിയെടുക്കാൻ പോകുന്ന വല്ല പക്ഷിയോ വന്നാൽ തള്ളക്കോഴി ഉണ്ടാക്കുന്ന ഒരു ശബ്ദം കേട്ടാൽ കോഴിക്കുഞ്ഞുങ്ങൾക്കറിയാം
ഇതൊരു അപകട സൂചനയാണ് എന്ന് അവർ അമ്മയുടെ ചിറകിനുള്ളിലേക്ക്, ഇലയുടെ മറവിലേക്ക്, കല്ലിന്റെ മറവിലേക്ക്, പുല്ലുകൾക്കിടയിലേക്ക് ഒളിച്ചു നിൽക്കും. അല്പസമയം കഴിഞ്ഞ് മറ്റൊരു ശബ്ദമുണ്ടാക്കിയാൽ ശബ്ദത്തിൽ ചില വ്യത്യാസമുണ്ട്. ഒളിച്ചിരിക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളെല്ലാം പുറത്തേക്ക് വരികയാണ്. ആരാണ്? ഇന്നലെ വരെ കോഴിമുട്ടക്കുള്ളിൽ അല്ലെങ്കിൽ അവിടെ നിന്ന് പുറത്തു വന്ന ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ആദ്യം കേട്ട സൗണ്ട് അതൊരു അപകട സൂചനയാണ് എന്നും ഇപ്പോൾ കേൾക്കുന്നത് ഇനി നിങ്ങൾക്ക് പുറത്തേക്ക് വരാം, അതൊരു സുരക്ഷിതത്വം നൽകുന്ന ഒരു സൗണ്ടാണ് എന്ന് ആരാണ് ഇവരെ പഠിപ്പിച്ചത്? ആരാ ഇവർക്ക് ട്രെയിനിങ് കൊടുത്തത്? അപ്പൊ ഒരു മനുഷ്യൻ എന്ന നിലക്ക് അവരുടെ ജീവജാലങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ അവരുടെ ജനിതക കോഡുകൾ രേഖപ്പെടുത്തിയത് അടിസ്ഥാനത്തിലുള്ള മുന്നോട്ടുള്ള നീക്കമാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔനിന്റെ കൊട്ടാരത്തിലേക്ക് ചെന്ന് പറയുന്ന ആ സംസാരങ്ങളുണ്ടല്ലോ സൂറത്ത് ത്വഹായിൽ. ആരാണ് നിങ്ങൾ റബ്ബ് എന്ന് ചോദിക്കുമ്പോൾ റബ്ബുലല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹ്, റബ്ബുലല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ എന്ന് പഠിപ്പിക്കുന്ന ചിന്തനീയമായ വാചകങ്ങളുണ്ടല്ലോ. എല്ലാറ്റിനെയും സൃഷ്ടിച്ചതിനു വേണ്ട മാർഗനിർദ്ദേശം നൽകിയവനാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് പറയുന്ന ലോകരക്ഷിതാവായി അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാക്ക് അള്ളാഹുവിന്റെ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടില്ലേ? ഇവിടെ ഒരു മനുഷ്യൻ വേറിട്ട് നിൽക്കുന്നത് അവൻ പഠിക്കണം, അവൻ അന്വേഷിക്കണം, അവൻ അന്വേഷിച്ച് കാര്യങ്ങളെ കണ്ടെത്തണം. ഒരു ഉമ്മയുടെ കുഞ്ഞ് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുമ്പോ 340 ഗ്രാം തൂക്കമുള്ള തലച്ചോറുമായിട്ടാണ് അതിൻ്റെ പൂർണ്ണമായ അതിൻ്റെ വികാസമായിട്ടില്ല എന്ന് ശാസ്ത്രം ലോകത്തോട് പറയുമ്പോൾ 12 വയസ്സുവരെ ആ അർത്ഥത്തിലുള്ള വളർച്ചയുടെ ഘട്ടങ്ങൾ നടക്കുന്നു എന്ന് ലോകത്തോട് സയൻസ് വിളിച്ചു പറയുമ്പോൾ മനുഷ്യനൊരു ഉമ്മയുടെ വാപ്പയുടെ കീഴിൽ നിന്നുകൊണ്ട് ഉമ്മയുടെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് അവിടുത്തെ കുഞ്ഞിനെ മുലയൂട്ടുമ്പോൾ ഒരുപാട് മൂല്യവത്തായ സന്ദേശങ്ങൾ കൈമാറുന്നു എന്നത് ആ ഉമ്മയുടെ വാക്കുകളിലൂടെ, ആ മാതാപിതാക്കൾ ആ കുട്ടിയുടെ മുന്നിൽ കാണിക്കുന്ന പ്രവർത്തികളിലൂടെ, സംസാരങ്ങളിലൂടെ ഒരുപാട് മെസ്സേജുകൾ ആ കുട്ടികളിലേക്ക് കൈമാറുന്നു എന്ന് ലോകം ചർച്ച ചെയ്യുന്നില്ല. അപ്പൊ നമ്മുടെ ശിക്ഷണത്തിൽ വളരണം നമ്മുടെ മക്കൾ നടക്കാനായി, ഓടാനായി അവർക്കറിയാത്തൊരു സ്ഥലത്തേക്ക് റൂട്ട് പറഞ്ഞുകൊടുത്ത് വിടാൻ നമുക്ക് ധൈര്യമുണ്ടാകുമോ? കിലോമീറ്ററുകൾ പറക്കുന്ന ദേശാടന പക്ഷികൾക്ക് ആരാണ് റൂട്ട് കാണിച്ചു കൊടുത്തത് എന്ന് അവിടെ ചർച്ചയാകുന്നില്ല. സാൽമൻ മത്സ്യങ്ങൾ അവിടെ വെച്ച് ചത്തുപോയാൽ, മരണപ്പെട്ടു പോയാൽ അമ്മ പുറപ്പെട്ട അതേ കടലിടുക്കിലേക്ക് തിരിച്ചു നീന്താൻ സാൽമൻ മത്സ്യത്തിന്റെ കുഞ്ഞുങ്ങൾക്ക് വഴി കാണിച്ചു കൊടുത്തത് ആര് എന്ന് ലോകത്ത് ചർച്ചയായിട്ടില്ലേ? അവിടെ ഞാനും നിങ്ങളും ചില ശിക്ഷണത്തിൽ വളരേണ്ടതുണ്ട്. അവിടെയാണ് ഒരു കുടുംബത്തിന്റെ പ്രസക്തി. നമ്മുടെ മക്കൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ മൂല്യവത്തായ ചില സന്ദേശങ്ങൾ നമ്മളിൽ നിന്ന് കണ്ടുകൊണ്ടാണ് വളരേണ്ടത്. വാപ്പയും ഉമ്മയും ഫോണിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്, മറച്ചു പിടിച്ച് കാണുന്നത്, വാതിലിന്റെ കൊളുത്തിട്ടു, ജനലിന്റെ കൊളുത്തിട്ടു എന്ന് ഉറപ്പ് വരുത്തി റൂമിന്റെ ഇരുട്ടറയിലിരുന്ന് രഹസ്യമായി ആരും കാണുന്നില്ല എന്ന തോന്നൽ, അതൊരു തോന്നൽ മാത്രമാണ്. ലോകരക്ഷിതാവായ അള്ളാഹുവിനെ വെട്ടിച്ചു കളയാൻ നമുക്കാകുമോ? ഇന്ന റബ്ബക ലബിൽ മിർസാദ് എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറയുമ്പോൾ ഒരു പതിസ്ഥാനത്തിരുന്ന് എല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ ആ കാഴ്ചക്ക് മുമ്പിൽ നമുക്ക് എന്തെങ്കിലും മറക്കാനാകുമോ? അതേ ഞാൻ തോന്നലെന്ന് പറഞ്ഞത്. പക്ഷെ മക്കൾക്ക് മുമ്പിൽ പലതും മറച്ചു പിടിച്ച് ഈ മക്കളോട് പിന്നെ ആത്മാർത്ഥമായി ഉപദേശിക്കാൻ ആ പിതാവിന് അർഹതയുണ്ടാകുമോ? ആ മക്കളോട് ആത്മാർത്ഥമായി ഉപദേശിക്കാൻ ആ മാതാവിന് അർഹതയുണ്ടാകുമോ? അതുകൊണ്ട് മൂല്യവത്തായ മെസ്സേജുകൾ കൈമാറേണ്ടവരാണ് മാതാപിതാക്കൾ എന്ന് പറയുന്നവർ. ഞാനൊരു സ്ഥലത്ത് വായിച്ചൊരു കഥയുണ്ട്. കുട്ടികളെല്ലാവരും ഇങ്ങനെ കളിക്കുകയാണ്. അയൽപ്പക്ക ബന്ധങ്ങൾ ഇന്ന് കുറഞ്ഞു വരുന്ന സമയമാണ്.
മുമ്പൊക്കെ ഇങ്ങനെ മണലിലും കല്ലിലുമൊക്കെ കളിച്ച് മരത്തിന്റെ ഇലകൾ പൈസയാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് കൊടുത്ത് ബാക്കി വാങ്ങി കുട്ടികൾക്കിടയിൽ ഒരു കളിയുണ്ടായിരുന്നു. ഇന്ന് ലോകം മാറി, കാലം മാറി. ആ കളിക്കിടയിൽ അയൽവാസിയായ ഒരു മനുഷ്യൻ ഈ കുട്ടികളുടെ കളി ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഒരു പെൺകുട്ടിയുടെ മുടി ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് അതേ കൂട്ടത്തിൽ കളിക്കുന്ന ഒരു ആൺകുട്ടി, ചെറിയ കുട്ടി, ആ പെൺകുട്ടിയുടെ പുറത്ത് കൈകൊണ്ട് ശക്തമായി ഇടിക്കുകയും കുത്തുകയും ചെയ്യുന്നത് ഇയാൾ കണ്ടപ്പോൾ അയാൾ കണ്ണുരുട്ടി പേടിപ്പിച്ച് പറഞ്ഞു, എത്രയോ കുട്ടികൾ ഇവിടെ കളിക്കുന്നുണ്ട്, നീ മാത്രം എന്താ ഇങ്ങനെ വികൃതി, നീ മാത്രം എന്താ ഇങ്ങനെ എന്ന് ചോദിച്ചുകൊണ്ട് ആ കുട്ടിക്ക് നേരെ ഒന്ന് കയർത്ത് സംസാരിച്ചപ്പോൾ ആ പെൺകുട്ടി ആ സംസാരിക്കുന്ന മനുഷ്യനോട് പറയുന്ന വാക്കാണ് ചർച്ചാ വിഷയമായത്. കാക്ക, നിങ്ങളവനെ ചീത്ത പറയരുത്, ഞങ്ങൾ കളിക്കുകയാണ്. അവൻ ഉപ്പയാണ്, ഞാൻ ഉമ്മയാണ്, ഞാൻ കളിക്കുകയാണ്, ഞങ്ങൾ കളിക്കുകയാണ്. ഉമ്മയായി ഞാൻ അഭിനയിക്കുകയാണ്, അവൻ ഉപ്പയായി അഭിനയിക്കുകയാണ്. പുറം കാണിച്ചു കൊടുത്ത് വേദന സഹിച്ചു പിടിച്ചു നിൽക്കുന്നത്, ഇവൻ കുത്തുന്നത് കൊണ്ട് സഹിച്ചു നിൽക്കുന്നത്, തൽക്കാലം ഇവൻ ഉപ്പയായി അഭിനയിക്കുകയാണ്, ഞാൻ ഉമ്മയായി അഭിനയിക്കുകയാണ് എന്ന് നിഷ്കളങ്കയായ ഈ കുട്ടി ഈ മനുഷ്യനോട് പറയുന്നത്, വീട്ടിൽ കണ്ട ഉമ്മയെയും വാപ്പയെയും ഒക്കെ അതേപടി ഒപ്പിയെടുക്കുന്ന ചിത്രമാണ് ആ സംസാരത്തിൽ നമ്മൾ കേൾക്കുന്നത്. അതുകൊണ്ട് ഈ കുട്ടിക്ക് മുന്നിൽ നന്മ പറയാൻ അവകാശമുള്ളവരായി നമ്മൾ മാറണം. ഈ മക്കൾക്ക് മുന്നിൽ അള്ളാഹുവിൻ്റെ ദീന്, അതിൻ്റെ നിയമാവലികൾ പറയാനുള്ള അവകാശികളായി ഞാനും നിങ്ങളും മാറണം എന്ന് മാത്രമാണ് ഈ സംസാരം കൊണ്ട്, ഈ വാചകങ്ങൾ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ കുടുംബം ഒരു സ്ഥാപനമാണ് എന്ന് ഞാൻ പറഞ്ഞു. ആ സ്ഥാപനം എന്ന നിലക്ക് അതിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, ഏറ്റവും നല്ല രൂപത്തിൽ, ഏറ്റവും മനോഹരമായ രൂപത്തിൽ എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, അവിടെ കുട്ടികൾക്ക് ഏറ്റവും നല്ല രൂപത്തിൽ വളരാനുള്ള സാഹചര്യങ്ങളെ ഉണ്ടാക്കി കൊടുക്കേണ്ടത് ആരാണ്? പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു കുട്ടി ആദ്യത്തെ 7 വയസ്സ് വരെ പോലീസ് പോലെയാണ്. കുട്ടികൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. പറഞ്ഞിട്ടില്ലേ, ഇസ്ലാമിക പണ്ഡിതന്മാർ ചർച്ച ചെയ്തതാണ്. ഒരു കുട്ടി ആദ്യത്തെ 7 വയസ്സ് വരെ പോലീസിനെ പോലെയാണ്, അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ പോലെയാണ്. കുത്തി കുത്തി ചോദിച്ചുകൊണ്ടിരിക്കും, അതെന്താണ്, ഇതെന്താണ്, അതെന്താ, ആ കണ്ടതെന്താ, ഈ കണ്ടതെന്താ. നമുക്ക് ദേഷ്യം വരാൻ പാടില്ല, അക്ഷമരാവരുത്. നമ്മൾ ക്ഷമയോടുകൂടി കുഞ്ഞിൻ്റെ ചോദ്യത്തിന്, നിഷ്കളങ്കനായ കുട്ടിയുടെ ചോദ്യത്തിന് പറ്റാവുന്ന വിധത്തിൽ നല്ല രൂപത്തിൽ ആ കുട്ടിക്കത് ബോധ്യപ്പെടുത്തി കൊടുക്കണം. നിങ്ങളത് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നില്ലെങ്കിൽ, നിങ്ങളെ വിട്ട് ഉമ്മ അത് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നില്ലെങ്കിൽ, ഉമ്മയെ വിട്ട് അയൽപ്പക്കത്തുനിന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നില്ലെങ്കിൽ, അവൻ പ്രതീക്ഷിക്കുന്നു ഇന്നാളോട് ചോദിച്ചാൽ ഉത്തരം കിട്ടുമെന്ന് വിചാരിച്ച് ആ ഉത്തരത്തിന് വേണ്ടി അവൻ ഇറങ്ങും. ഒരുപക്ഷെ അപകടത്തിലേക്കായിരിക്കും അവൻ തേടിപ്പോയ ആളുകൾ കൊണ്ടുപോവുക. അതുകൊണ്ട് ആദ്യത്തെ 7 വയസ്സ് വരെ ഒരു കുട്ടി ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ പോലെയാണ് എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. ആ 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെ നിങ്ങൾ ആ കുഞ്ഞിന് ആദാബുകൾ, നല്ല സംസ്കാരം, നല്ല സഖാഫത്ത്, നല്ല മാനേഴ്സ്, നല്ല കൾച്ചർ, അതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൈമാറണം. ആ 14 വയസ്സിനുള്ളിൽ ആ അർത്ഥത്തിലുള്ള നല്ല മര്യാദകൾ, വലിയവരെ ബഹുമാനിക്കാനുള്ള, ആരാണ് ഉമ്മ, ആരാണ് വാപ്പ, ആരാണ് വല്യമ്മ, ആരാണ് വല്ലിപ്പ, ആരാണ് നമ്മുടെ കൂട്ടുകുടുംബങ്ങളിൽപ്പെട്ടവർ, എന്താണ് അയൽവാസികൾ, ആരാണ് അയൽവാസികൾ, നമ്മളെ വീട്ടിൽ വരുന്നവരോടുള്ള പെരുമാറ്റം, സ്വഭാവം, മര്യാദ എല്ലാം ആ കുട്ടികൾക്ക് കൈമാറിക്കൊടുക്കണം. 14 വയസ്സ് മുതൽ 21 വയസ്സ് വരെ ആൺകുട്ടികളോട് വാപ്പ സുഹൃത്തായി നിൽക്കണം. അവൻ്റെ സ്കൂളിലെ പ്രശ്നങ്ങൾ, അപ്പോഴേക്കും അവൻ 9th-ലെത്തി, 10th-ലെത്തി, പിന്നെ അവൻ കോളേജിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ 11th-ലും 12th-ലുമായി. പെൺകുട്ടി ഉമ്മയോട് ഒരു കൂട്ടുകാരിയെ പോലെ നിൽക്കണം. കുട്ടിക്ക് പറയാൻ, ആദ്യം പ്രശ്നം അവതരിപ്പിക്കാൻ
കുട്ടിയുടെ മനസ്സിൽ തോന്നേണ്ടത് ഉമ്മയാണ്. ഉമ്മയും ബാപ്പയും അറിഞ്ഞിട്ടില്ല. 18 വയസ്സ് പൂർത്തിയാകുന്നെന്ന് കോടതിയുടെ വരാന്തയിൽ ഇവർ ചെന്നു നിൽക്കുമ്പോ വക്കീലിന്റെ ഫോണ് വന്ന്, അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഫോണ് വന്ന് കോടതി വരെ ഒന്ന് വരണമെന്ന് പറഞ്ഞ് മാതാപിതാക്കളെ വിളിക്കുമ്പോഴാണ് എൻ്റെ മോളെക്കുറിച്ച് ഞാൻ ഇങ്ങനെ കരുതിയിട്ടില്ല, എൻ്റെ മോളെക്കുറിച്ച് ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടില്ല എന്ന് മാതാപിതാക്കൾ പറയുന്ന അവസ്ഥകൾ കോടതി മുറ്റത്ത് നമ്മൾ കാണുന്നത്. ജഡ്ജി പോലും പറയുന്ന ഒരു രംഗമുണ്ട് കോടതിയിൽ. ഉമ്മയുടെ തേങ്ങിക്കരച്ചിൽ കണ്ട്, വാപ്പയുടെ വിതുമ്പൽ കണ്ട് കോടതിയിൽ നിന്ന് ജഡ്ജി പറഞ്ഞു, മോളെ, നിന്റെ മാതാപിതാക്കൾ നിന്നെ നൊന്ത് പ്രസവിച്ച നിന്റെ ഉമ്മ, നിന്നെ പ്രയാസപ്പെട്ടു വളർത്തിയ നിന്റെ ഉപ്പ വെറും 15 ദിവസമാണ് നിന്നെ ആവശ്യപ്പെടുന്നത്. നിന്റെ മനസ്സ് മാറിയില്ലെങ്കിൽ കോടതി നിനക്ക് ഉറപ്പ് തരുന്നു. കേരളത്തിലൊരു കോടതിയിൽ നടക്കുന്ന ചർച്ചയാണ്. ഇതാ കോടതി നിനക്ക് ഉറപ്പ് തരുന്നു, ഇവനുമായിട്ടുള്ള വിവാഹം കോടതി നടത്തി തരാം, നീ പ്രായപൂർത്തിയെത്തിയവളാണ്, ഇവനും വിവാഹത്തിന്റെ പ്രായമെത്തിയവനാണ്, അതുകൊണ്ട് കോടതി ഉറപ്പ് തരാം. പക്ഷേ ഒരു 15 ദിവസം നിന്റെ മാതാപിതാക്കൾ നീ വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് പറയുന്നു. അവർ നിന്നോട് സാന്ത്വനമായി സംസാരിക്കും. നിന്റെ മനസ്സ് മാറുന്നുവെങ്കിൽ ആ മാതാപിതാക്കളെ വേദനിപ്പിക്കേണ്ടതില്ലല്ലോ മോളെ എന്ന് ഒരു ജഡ്ജി കോടതി എന്ന് പറഞ്ഞിട്ട് അത് കേൾക്കുക പോലും നടിക്കാതെ കാമുകന്റെ കൈ പിടിച്ച് ഇവന്റെ കൂടെ പോവാനാണ് എൻ്റെ തീരുമാനമെന്ന് പറഞ്ഞു പോകുമ്പോൾ കോടതിയുടെ വരാന്തയിൽ ഉമ്മ തളർന്നു വീഴുന്നത്, കാറിലേക്ക് എടുത്തിരുത്തുന്നത്, വാപ്പ വിതുമ്പുന്നത് നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാകും. ആ മോളെ വിളിക്കുന്ന പേര്, വീട്ടിൽ വിളിക്കുന്ന പേര് വിളിച്ച് വാപ്പ കരയുന്നത്, മോള് തിരിഞ്ഞു നോക്കുന്നില്ല. എന്നിട്ട് മീഡിയകളോട് ആ മോള് പറഞ്ഞത്, നിന്റെ ഉമ്മ കരഞ്ഞു വിളിച്ചിട്ട് നീ ഒന്ന് തിരിഞ്ഞു നോക്കാത്തത് എന്താണ് മോളെ എന്ന് ചോദിക്കുമ്പോൾ പക്വതയില്ലാത്ത ആ മോളുടെ വർത്തമാനം, ഇവൻ തന്ന സ്നേഹം എൻ്റെ മാതാപിതാക്കൾ എനിക്ക് തന്നിട്ടില്ല എന്നായിരുന്നു. ഇവൻ തന്ന സ്നേഹം, ഒരു കാമുകൻ അവളുടെ ഭംഗി കണ്ട്, അവളുടെ ശരീരം കണ്ട്, നൈമിഷികമായ സുഖങ്ങളെ കണ്ട് പ്രിയപ്പെട്ടവരെ വിളിക്കുന്ന കാമുകന്റെ ഇഷ്ടവും സ്നേഹവും ജന്മം നൽകാൻ അള്ളാഹു കാരണക്കാരാക്കി വെച്ച ഒരു മാതാപിതാക്കൾക്ക് നൽകാനാകുമോ? അതായിരുന്നു മീഡിയകളോട് ആ പെൺകുട്ടി പറഞ്ഞത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അപ്പോ ഇവിടെ എൻ്റെ ഭാഗത്തുനിന്ന് വല്ല പിഴവും സംഭവിച്ചിട്ടുണ്ടോ? എൻ്റെ മോളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ സ്കൂള് വിട്ട് വരുന്ന മോളുടെ അടുത്ത് ഒരു 10 മിനിറ്റ് ഇരിക്കാൻ പറഞ്ഞാൽ ബിസിനസിന്റെ പേര് പറഞ്ഞ്, കച്ചവടത്തിന്റെ പേര് പറഞ്ഞ്, ക്രയവിക്രയങ്ങളുടെ പേര് പറഞ്ഞ്, നിങ്ങളുടെ വരുമാനത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിന്റെ പേര് പറഞ്ഞ് മകൾ ചോദിച്ച 10 മിനിറ്റ് കൊടുക്കാൻ, മകൻ ചോദിച്ച 10 മിനിറ്റ് കൊടുക്കാൻ വാപ്പക്കും ഉമ്മക്കും സമയമില്ലെങ്കിൽ സമയമുള്ളവരെ തേടിയവർ പോകും. നമ്മുടെ ഭാഗത്ത് പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ കൃത്യമായി പരിശോധിക്കണം. ഞാൻ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തം നിർവഹിച്ചവനാണോ ഞാൻ എന്ന് നമ്മൾ ആത്മപരിശോധന നടത്തണം. ആർക്കു വേണ്ടിയാണ് ഈ ഓട്ടം? പ്രവാസികളായ നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ഞാനും ഒരു പ്രവാസിയായിരുന്നു, അധികകാലമില്ലെങ്കിലും, പിന്നെ നാട്ടിലാണ്. പക്ഷേ 30 കൊല്ലം, 35 കൊല്ലം, 40 കൊല്ലമൊക്കെ പ്രവാസികളായി ജീവിച്ചവർ ഒരുപക്ഷെ ഈ സദസ്സിലുണ്ടാവാം, അതല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ളവരുണ്ട്. വർഷത്തിൽ 1-2 മാസത്തെ ലീവ്, 2 മാസത്തെ വർഷത്തിലെ ലീവ് കണക്ക് കൂട്ടിയാൽ 10 വർഷം 20 മാസമാണ് അവന് ലീവ് കിട്ടിയത്, അല്ലേ? 20 കൊല്ലത്തെ പ്രവാസത്തിന്റെ ഇടയിൽ 40 മാസമാണ് അവന് സമയം കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ 20 കൊല്ലം പ്രവാസിയായി ജീവിക്കുമ്പോൾ വെറും ഒരു 3 വർഷത്തെ ജീവിതമാണ് അവന്റെ കുടുംബവുമായി ഒരുമിച്ച് ജീവിക്കാൻ സാധിച്ചത്. ആർക്കു വേണ്ടിയാണ് ഈ ഓവർ ഡ്യൂട്ടി എടുത്തത്? ആർക്കു വേണ്ടിയാണ് ഈ നൈറ്റ് ഡ്യൂട്ടി എടുത്തത്? ആർക്കു വേണ്ടിയാണ് ലീവ് വേണ്ട എന്ന് വെച്ചത്? ഈ മോക്ക് വേണ്ടിയാണോ? ഈ മോന് വേണ്ടിയാണോ? ഈ കുടുംബത്തിന് വേണ്ടിയാണോ? അവർക്ക് വേണ്ടി അവർ ചോദിക്കുമ്പോൾ ഒരു 10 മിനിറ്റ്, അരമണിക്കൂർ അവിടെ കൂടെ ഇരിക്കാൻ എനിക്കും നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ഈ നെട്ടോട്ടം എന്തിനാണ്? ഈ ഓട്ടം എന്തിനാണ്? ഈ ക്രയവിക്രയങ്ങൾ എന്തിനാണ്? പ്രിയപ്പെട്ടവരെ, നാം സമ്പാദിക്കുന്നത് എന്തിനാണ്? സഹോദരങ്ങളെ, ആലോചിക്കണമെന്ന് ഗൗരവപൂർവ്വം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം നമ്മുടെ മക്കൾ, എല്ലാ മക്കളും, അത് ഏത് മനുഷ്യൻ്റെതും ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും മക്കൾ ജനിച്ചു വീടുന്നത് കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്റ, ശുദ്ധ പ്രകൃതിയിലാണ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലേ?
എന്നിട്ട് പ്രവാചകൻ തുടർന്ന് പറഞ്ഞത് ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി എന്ന് പറഞ്ഞില്ലേ. അവരെ ക്രിസ്ത്യാനികളാക്കി മാറ്റുന്നതും മജൂസികളാക്കി മാറ്റുന്നതും യഹൂദികളാക്കി മാറ്റുന്നതുമൊക്കെ അതിൽ മാതാപിതാക്കൾക്ക് ചില പങ്കുണ്ട് എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളും ഗൗരവമായി ഓർക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു 14 വയസ്സ് മുതൽ 21 വയസ്സ് വരെ നമ്മുടെ മോൻ നമ്മുടെ കൂട്ടുകാരനായി. അവൻ കോളേജ് വിട്ട് വരുമ്പോൾ അവൻ്റെ ഷോൾഡറിൽ ഒന്ന് കൈവച്ച് മോനെ എന്തൊക്കെയുണ്ട് നിന്റെ വിശേഷമെന്ന് ചോദിക്കാൻ 1 മിനിറ്റ് ചെലവഴിച്ചാൽ ഒരു വൈദ്യുതി തരംഗം അവൻ്റെ ശരീരത്തിലൂടെ കടന്നുപോയതുപോലെ വാപ്പ കാണിക്കുന്ന സ്പർശനമുണ്ടല്ലോ, സെക്കൻഡുകൾ നൽകുന്ന ആ സംസാരമുണ്ടല്ലോ, അതവൻ്റെ വാരിയെല്ലുകൾ കൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിലേക്ക് ഒരു വൈദ്യുതി തരംഗം കടന്നു ചെന്നതുപോലെ അവനെ വല്ലാതെ പിടിച്ചു കുലുക്കുമെന്നത് നിങ്ങൾ സംശയിക്കേണ്ടതില്ല. ഇല്ല, നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ. അവൻ നല്ല പ്രായപൂർത്തിയെത്തിയ ആളായില്ലേ. പിന്നെ ഞാനെന്തിനാ അന്വേഷിക്കുന്നത്, ഞാനെന്തിനാ ചോദിക്കുന്നത്? 20 വയസ്സ് കഴിഞ്ഞ് 21, 22, 23 അവൻ്റെ കാര്യത്തിൽ ഇനി ഞാൻ എന്തിന് ഇടപെടണം എന്നല്ല. ഒന്ന് ചേർത്ത് പിടിക്കൂ. നിങ്ങളെക്കാൾ ഹൈറ്റ് ഉണ്ടവൻ, നിങ്ങളെക്കാൾ വെയിറ്റ് ഉണ്ടവൻ. പക്ഷേ ഒന്ന് ചേർത്ത് പിടിക്കൂ സഹോദരങ്ങളെ. ചോദിക്കൂ അവനോട്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിനക്ക്? പാപ്പക്ക് മുമ്പിൽ തുറന്ന് പറയണം. ബാപ്പ നിന്റെ രക്ഷയ്ക്ക് വേണ്ടി പരിഹാരങ്ങൾ പറഞ്ഞു തരാൻ മോനെ നിന്റെ കൂടെയുണ്ടാകും, മോളെ നിന്റെ കൂടെയുണ്ടാകും. ഈ അർത്ഥത്തിൽ മക്കളുടെ കൂടെ നിൽക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിന് നാം സമയം കണ്ടെത്താറുണ്ടോ എന്ന് നാം ചോദിക്കണം. വൃത്തികെട്ട സാഹചര്യത്തിൽ ചെന്നുപെട്ട് ഇന്ന് നാട്ടിൽ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കൂടെ ലഹരിക്കെതിരെയുള്ള സംസാരങ്ങളിൽ പങ്കെടുക്കാൻ സർവശക്തനായ റബ്ബിൻ്റെ ഒരു വലിയ തൗഫീക്ക് ലഭിച്ചു. കുറേ ഉദ്യോഗസ്ഥന്മാരുടെ കൂടെ അത്ഭുതകരമായ സംസാരങ്ങളാണ്. +2 പഠിക്കുന്ന കുട്ടി ട്രെയിനിൽ പോകുന്ന ഒരു മനുഷ്യൻ കുറിച്ച വാക്ക് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും. എന്താ? ഒരു ട്രെയിൻ യാത്രക്കിടയിൽ ഒരു മനുഷ്യൻ ഒരു കുറിപ്പെഴുതി. തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് അയാൾ കുറിപ്പെഴുതി ഫേസ്ബുക്കിലിട്ടു. അതെ, അയാൾ കേരളത്തിൻ്റെ ഒരറ്റത്തു നിന്ന് മറ്റൊരറ്റത്തേക്ക് യാത്രയാണ്. അതിൻ്റെ ഇടക്ക് വെച്ച് കയറിയ എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു കുട്ടികളെ അദ്ദേഹം ശ്രദ്ധിച്ചു. എല്ലാവരും കൂടി ഒരുത്തനെ കളിയാക്കുന്നു. എല്ലാവരും കൂടി ഈ കോളേജിൽ നിന്ന് ഈ ട്രെയിനിൽ കയറിയ ബഹളങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ ഒരാളെ മാത്രം എല്ലാവരും കളിയാക്കുന്നു. ഇതൊരു സദസ്സിൻ്റെ മുമ്പിൽ എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ആ മനുഷ്യൻ എല്ലാവരും ഒരു വലിയ സ്റ്റേഷനിലെത്തിയപ്പോൾ ഇറങ്ങിയപ്പോൾ അവനോട് ചോദിച്ചു, എന്താ നിന്നെ മാത്രം എല്ലാവരും പരിഹസിക്കുന്നത്? ഞങ്ങളുടെ കോളേജിൻ്റെ കുറച്ചപ്പുറമുള്ള ഒരു വീട്ടിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയുണ്ട്. ഉമ്മയറിയാതെ വാപ്പയറിയാതെ അവൾക്കൊരനിയനുണ്ട്, അനിയത്തിയുണ്ട്. അവൾ അറിയാതെ അവനറിയാതെ ആ വീട്ടിലേക്ക് രാത്രി എൻ്റെ കൂട്ടുകാരൻ്റെ ബൈക്കിൽ ചെന്ന് മതിൽ ചാടി ഞാൻ ആ വീട്ടിലേക്ക് പോവാറുണ്ട്. കേൾക്കണേ, ഇനി ഇതിൻ്റെ അത്ഭുതകരമായ വാക്കെന്താണെന്നറിയോ? അങ്ങനെ ചില ദിവസങ്ങൾ ഞാൻ പോയി മടങ്ങും. ഒരു ദിവസം ഞാൻ ആ വീട്ടിൽ ഉറങ്ങിപ്പോയി. അത് പറഞ്ഞിട്ടാണ് കളിയാക്കുന്നത്. സൂര്യകിരണങ്ങൾ ജനൽ വഴി മുഖത്തടിച്ചപ്പോഴാണ് ആ വീട്ടിലെ പെൺകുട്ടിയും അവനും ഉണർന്നത്. ഞാൻ വെപ്രാളപ്പെട്ടു, പേടിച്ചുപോയി. ഇവളുടെ ഉപ്പ അറിയുമല്ലോ, അയൽവാസികൾ അറിയുമല്ലോ, ആ അനിയത്തി അറിയുമല്ലോ, ഉമ്മ അറിയുമല്ലോ. അപ്പൊ ഈ പെൺകുട്ടി പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ഇന്നലെ നീ വരുമെന്ന് പറഞ്ഞ് എൻ്റെ ഫോണിലേക്ക് തന്ന മെസ്സേജ് കിട്ടിയപ്പോൾ ഞാനാണ് ഉപ്പക്കും ഉമ്മക്കും അനിയനും അനിയത്തിക്കും ഭക്ഷണം വിളമ്പിയത്. അവർ പെട്ടെന്ന് ഉണരാതിരിക്കാൻ നീ എനിക്ക് പറഞ്ഞു തന്ന ചില കെമിക്കൽ ഞാൻ ഭക്ഷണത്തിൽ കറിയിൽ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് നീ സമാധാനത്തോട് പോയിക്കോ. ഇവരറിയില്ല, അവർ ഉണരില്ല. രാവിലെ 7 മണി കഴിയാതെ അവർ ഉണരുകയില്ല എന്ന് ഈ പെൺകുട്ടി പറയുന്നത്. അത് ചർച്ച ചെയ്തിട്ടാണ് ഇവർ എന്നെ കളിയാക്കുന്നത്. ഈ മനുഷ്യൻ അത് കുറിപ്പെഴുതി എൻ്റെ വാക്ക് നിങ്ങൾ മുഖവിലക്കെടുക്കണേ എന്ന് പറഞ്ഞ് അയാളുടെ പേര് കൊടുത്ത് അയാളുടെ മൊബൈൽ നമ്പർ കൊടുത്ത് ഫേസ്ബുക്കിൽ കുറിപ്പിട്ടു. അല്ലേ? ഈ കാമുകന് വേണ്ടി വാപ്പയെ വിഷം കൊടുക്കാൻ ആവശ്യപ്പെട്ടാൽ ചിലപ്പോൾ ഒരു വൈകാരികമായ ഒരു ഏതോ ഇക്കിളിപ്പെടുത്തുന്ന വൈകാരികതയിൽ നിന്നുകൊണ്ട് ഒരുപക്ഷെ പുതിയ തലമുറ ഉമ്മക്ക് നേരെ വാപ്പക്ക് നേരെ. ഈ അടുത്ത കാലത്തൊരു ചെറുപ്പക്കാരൻ +2 പഠിക്കുന്ന കുട്ടി ഉമ്മയെ വെട്ടിക്കൊന്നത് നിങ്ങൾ വായിച്ചു. എന്താ അവൻ മാധ്യമങ്ങളോട് പറഞ്ഞത്? എന്നെ ജനിപ്പിച്ചതിനുള്ള ശിക്ഷ കൊടുത്തിരിക്കുകയാണ് എന്നാണ്. എന്തിനാ മോനെ ഇത് ചെയ്തത് എന്ന് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ കൂസലില്ലാതെ പറയുന്നു, എന്നെ ജനിപ്പിച്ചതിനുള്ള ശിക്ഷ കൊടുത്തിരിക്കുകയാണ് ഞാൻ. ആരാ എന്നെ ജനിപ്പിക്കാൻ പറഞ്ഞത്? ഇതാണ് പുതിയ തലമുറയുടെ വാക്കുകൾ. ഇത് ഞാൻ അതിൻ്റെ ഓരോ വശങ്ങളിലൂടെ കടന്നു ചെന്ന ഒരു സദസ്സിൻ്റെ മുമ്പാകെ പറയുന്നത്. ഏതെങ്കിലും കുട്ടികളുടെ
ഹൃദയത്തിലേക്ക് നെഗറ്റീവുകളായ ഒരു മൈന്യൂട്ട് പോയിന്റ് കയറി ചെന്നാൽ അത് നമുക്ക് അപകടമാണ്. അതുകൊണ്ടാണ് അത് ചുരുക്കി പറയാവുന്ന വിധത്തിൽ ചില വാക്കുകളിൽ ഒതുക്കിയിട്ടുള്ളത്. ഇതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് ഗൗരവത്തോടുകൂടി ഓർക്കുക. നമ്മുടെ മക്കൾ ചതിക്കുടികളിലും വൃത്തികേടുകളിലും കുട്ടികൾക്ക് ചുറ്റും, കോളേജിന് ചുറ്റും, ക്യാമ്പസിന് ചുറ്റും വൃത്തികേടുകളുടെ മയക്കുമരുന്നിൻ്റെ MDMA പോലെയുള്ള ഒരു പഞ്ചസാരയുടെ തരി രണ്ടാക്കി മുറിച്ചാൽ എത്രയുണ്ടാകും അത്? അതാ പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു പ്രോഗ്രാമിന്റെ ഉദ്ഘാടനത്തിൽ പറഞ്ഞത്. എന്ത്? ഒരു പഞ്ചസാരയുടെ തരി രണ്ടായി മുറിക്കുക, എന്നിട്ട് അതിൻ്റെ പകുതി കോളേജിൽ നിന്ന് ഒരുമിച്ച് കൂൾബാറിൽ കയറിയ ഈ ചെറുപ്പക്കാരൻ ഇവളുടെ ജ്യൂസിലേക്ക് അവൾ അറിയാതെ ഇട്ടു. അതിന് വലിയ മാജിക് പഠിക്കണോ? ഒരു പഞ്ചസാര തരിയുടെ പകുതി ഈ പെൺകുട്ടി അറിയാതെ ജ്യൂസിലേക്ക്, ആ കുട്ടിയുടെ കുടിക്കുന്ന ജ്യൂസിലേക്ക് മാറ്റാൻ വല്ല മാജിക്കും പഠിക്കണോ? വേണ്ട. അത്ര ചെറിയ ഒരു ആ അളവ് ഈ ജ്യൂസിലേക്ക് ഇവൻ കൈമാറി. ജ്യൂസ് കുടിച്ചു. രാത്രി 12 മണിക്ക് കുട്ടിയുടെ ഫോൺ വരുന്നു. ഇവന്, നമ്മൾ ഇന്ന് വരെ കുടിച്ച ജ്യൂസ് പോലെയല്ല ഇന്ന് കുടിച്ച ജ്യൂസ്, നീ ഇപ്പൊ എവിടെയുണ്ട്? എനിക്ക് നിന്നെ കാണണം, സംസാരിക്കണം. എന്തൊരു അത്ഭുതമാണ് നാം കുടിച്ച ജ്യൂസ് എന്ന് പറഞ്ഞ് ചർച്ച ചെയ്ത് ആ കുട്ടി നിർബന്ധിച്ച് അവനെ വിളിക്കുന്നു. 12 മണിക്ക് ശേഷം അവൻ വരുന്നു. അവൻ്റെ കൂടെ വീട്ടിൽ നിന്ന് അടുക്കള വാതിൽ തുറന്ന് ഇവൾ പോകുന്നു. അല്ലേ? പിന്നീടാണ് ഇവനെ പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ ഇവളും ഇവനും പറയുന്ന വാക്കാണ് ഒരു ഉദ്ഘാടന വേദിയിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ സമൂഹത്തോട് പറയുന്നത്. എവിടെയാണ് നമ്മുടെ തലമുറയുള്ളത് എന്ന് നാം ഗൗരവത്തോടു കൂടി ആലോചിക്കുക. ജ്വലാൻ എന്ന് പറയുന്ന ഒരു വണ്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അത് മാലിന്യങ്ങളിൽ ജീവിക്കുന്ന ഒന്നാണ്. അതിനെടുത്ത് കരക്ക് വെച്ചാൽ ജീവിക്കൂല, അത് അതിലേക്ക് തന്നെ പോവും. എന്നതുപോലെ എല്ലാം കഴിഞ്ഞതിന് ശേഷം നാം പല സ്റ്റെപ്പുകൾ നീക്കുമ്പോഴും നമ്മൾ കൈമലർത്തുകയാണ്. ഇനി രക്ഷയില്ലാത്ത വിധം, തിരിച്ച് കൊണ്ടുവരാൻ പറ്റാത്ത വിധം, അവരെ ബോധ്യപ്പെടുത്താൻ പറ്റാത്ത വിധം ഈ മക്കളും പുതിയ തലമുറയും ഈ വൃത്തികേടുകളിലേക്ക് അറിഞ്ഞോ അറിയാതെയോ പോയിക്കൊണ്ടിരിക്കുന്ന, പെട്ടിക്കടകളിൽ കളിക്കുന്ന അല്ലെങ്കിൽ തൂങ്ങിക്കിടക്കുന്ന ചിത്രശലഭങ്ങളെ പോലെ വ്യത്യസ്തമായ വർണ്ണങ്ങളിൽ കിടക്കുന്ന പാക്കറ്റുകൾ നമ്മുടെ പുതിയ തലമുറയെ മാടി വിളിക്കുകയാണ്. എന്തൊരു മനോഹരമാണ് അതിൻ്റെ പാക്കറ്റുകൾ, എന്തൊരു മനോഹരമാണ് അതിൻ്റെ കവറിങ്ങുകൾ. ഈ അർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കണം. നിസ്സാരമായ ഒരു സാധാരണ ഒരു സിഗരറ്റിൻ്റെ സ്മോക്കിങ്ങിലൂടെ തുടങ്ങി ആ കുട്ടികൾ തുടങ്ങി വെക്കുന്നത് വലിയ അപകടത്തിലേക്ക്, ഇനി നമുക്ക് തിരിച്ചു വിളിക്കാൻ പറ്റാത്ത അപകടത്തിലേക്ക് പ്രിയപ്പെട്ടവരെ നമ്മുടെ തലമുറ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കുടുംബങ്ങളിൽ ആരെങ്കിലും ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇനി രക്ഷയില്ലെന്ന് പറഞ്ഞ് അവരെ കൈയൊഴിയുകയല്ല വേണ്ടത്, മറിച്ച് പരിഹാരങ്ങൾ കാണുകയാണ് വേണ്ടത്. പരിഹാരങ്ങൾ കാണാൻ നാം ശ്രമിക്കുകയാണ് വേണ്ടത് എന്ന് നാം ഗൗരവത്തോടു കൂടി ഓർക്കുക. എന്താണ് ഇങ്ങനെ? എല്ലാവരും ചോദിക്കുക, എന്താ ഇങ്ങനെ? നമ്മൾ ജീവിച്ച സാഹചര്യത്തിലല്ല അവർ ജീവിക്കുന്നത്. നമ്മുടെ വാപ്പ ജീവിച്ചതുപോലെയല്ല, നമ്മുടെ ചെറുപ്പം പോലെയല്ല. ഒരു ഡിവൈസിന്റെ മുമ്പിലാണ് കുട്ടികളുടെ പ്രിയപ്പെട്ടവരെ ജനനം തന്നെ നടക്കുന്നത് എന്ന് പറയാവുന്ന വിധത്തിൽ അവർക്ക് ബോധം വെച്ച് മുതൽ മൊബൈലുകൾ കയ്യിലെടുത്ത് ഉമ്മക്കറിയാതെ, വാപ്പക്ക് പോലും അറിയാത്ത വിധത്തിൽ ആ മൊബൈലിൻ്റെ ഉള്ളറകളിലേക്ക് കടക്കാൻ ചെറിയ കുട്ടികൾക്ക് കഴിയും. അവർ കാണുന്നത് ഫേസ്ബുക്കുകളാണ്, അവർ കാണുന്നത് യൂട്യൂബുകളാണ്, അവർ കാണുന്നത് സോഷ്യൽ മീഡിയയുടെ വ്യത്യസ്തമായ പ്ലാറ്റ്ഫോമുകളാണ്. അവർ ഹീറോയായി കാണുന്നത് അർദ്ധനഗ്നയോ പൂർണ്ണനഗ്നയോ ആയ സഹോദരിമാരെയാണ്. അല്ലേ? ഏതെങ്കിലും ഇനാഗുറേഷൻ കടന്നു വരുന്ന സഹോദരിമാരുടെ വേഷവിധാനങ്ങളാണ് ചർച്ചയാകുന്നത്. തൊപ്പിക്കാരൻ എന്ന് പേരിട്ട് വിളിക്കുന്ന ചില കുട്ടികൾ നൽകുന്ന മെസ്സേജുകളാണ്. മലപ്പുറം ജില്ലയിൽ ഒരു തൊപ്പിക്കാരൻ വന്ന് ഒരു ഷോപ്പിന്റെ ഉദ്ഘാടനത്തിൽ വരുമ്പോൾ റോഡ് ബ്ലോക്ക് ആവുകയാണ്. എന്തെങ്കിലും ഒരു മൂല്യം സമൂഹത്തിന് ഈ ചങ്ങാതിക്ക് കൊടുക്കാനുണ്ടോ എന്ന് അന്വേഷിക്കുമ്പോൾ ഒന്നുമില്ല. ആരോ എന്തോ ചെയ്തത് അത് നോക്കി അതിന് കളിയാക്കി പരിഹസിച്ച് അവൻ്റെ ചാനലിൽ അവൻ എന്തെങ്കിലും 2 മിനിറ്റ് ഇതിനു വേണ്ട ഒരു വീഡിയോ ഇടും. ഇത് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്താണ് അവൻ പഠിച്ചത്? ആരാണ് അവൻ? എന്ത് സംസ്കാരമാണ് സമൂഹത്തിന് നൽകാനുള്ളത്? എന്തൊരു ഗുണപാഠമാണ് കുട്ടികൾക്ക് നൽകാനുള്ളത്? എന്നിട്ട് നൂറുകണക്കിന് മക്കൾ അവൻ വരുന്ന വേദിയിൽ അവനെ കാണാൻ വന്നു നിൽക്കുന്ന ഒരു ദയനീയമായ രംഗത്തിലേക്ക് നമ്മുടെ നാട് പതുക്കെ മാറിപ്പോവുകയാണ്. എന്താണ് അവനെക്കുറിച്ചൊന്നും ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ അങ്ങനെ വ്യക്തിപരമായി പറയുക എന്നത് നമുക്ക് യോജിച്ചതല്ലല്ലോ. പ്രിയപ്പെട്ടവർ, എന്താണ് സമൂഹത്തിന് അവർക്ക് നൽകാനുള്ളത്? അപ്പോൾ നാം മനസ്സിലാക്കുക, കുട്ടികൾ നിൽക്കുന്നത് ഒരു പുതിയ ഡിവൈസിൻ്റെ ലോകത്തിൻ്റെ മുമ്പിലാണ്. അതുകൊണ്ട് തന്നെ
അവർ വളരുന്ന സാഹചര്യം ഈ അർത്ഥത്തിലാണ്. പ്രണയ ലീലാവിലാസങ്ങളുടെ ആ പ്രൊമോഷൻസ് ആണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആണ് ലിപ്സ്റ്റിക്കുകൾ ചുണ്ടിൽ തേച്ച് പിടിപ്പിക്കുന്ന ഒരു നിക്കാഹിന്റെ വേദിയിൽ, ഞാൻ ജില്ല പറയുന്നില്ല, ആ നിക്കാഹിന്റെ വേദിയിൽ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ഒരു പ്രായമുള്ള മനുഷ്യൻ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെയുള്ള സ്ത്രീകളെ വിളിച്ച് നിങ്ങൾ ഖുത്ബക്കിടയിൽ പറയണം, സഹോദരിമാരെ നമസ്കരിക്കണം. ഞാൻ അവരോട് പറഞ്ഞു, നിസ്കാരം മാറ്റിവെക്കേണ്ടവരല്ല അവർ എന്ന് പറഞ്ഞാൽ ഈ നിൽക്കുന്ന ഒരു വലിയ സദസ്സിൽ മഹാഭൂരിപക്ഷം സ്ത്രീകളും നമസ്കരിച്ചിട്ടില്ല. അവർ ഒന്നിച്ച് നമസ്കരിക്കാൻ കാത്തു നിൽക്കുകയാണ്. എപ്പോ വന്നതാണ് അവർ? ളുഹർ കഴിഞ്ഞു, അസർ കഴിഞ്ഞു, ഈ മഗ്രിബിന്റെ സമയത്തിലേക്ക് പ്രവേശിക്കാൻ പോവുക. എന്നിട്ട് അവർ നമസ്കരിക്കണില്ല. എന്താ കാരണം? ഒലുവെടുത്താൽ മുഖത്ത് തേച്ച പുട്ടി ഒലിച്ചു പോകും. മനസ്സിലായില്ലേ? ഒലുവെടുത്താൽ മുഖത്ത് തേച്ച് പിടിപ്പിച്ച പുട്ടി ഒലിച്ചു പോകും. അതുകൊണ്ട് വീട്ടിൽ ചെന്ന് മഗ്രിബും ഇശാഇന്റെ ഈ സമയത്ത് ഒരുമിച്ച് നമസ്കരിക്കാമെന്ന് പറഞ്ഞ് ഇവർ നമസ്കരിക്കാതെ നിൽക്കുന്ന ഒരു കൂട്ടം സ്ത്രീകൾ ഈ സദസ്സിലുണ്ട്, പറയണം അവരോട് എന്ന് പ്രായമുള്ള ഒരു മനുഷ്യൻ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം കോസ്മെറ്റിക് സാധനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന കണക്കുകൾ ഒന്നെടുത്ത് പരിശോധിച്ച് നോക്കൂ. ഒരു KGയിൽ പഠിക്കുന്ന കുട്ടി പോലും ഇന്ന് ചുണ്ടുകൾ ചുവപ്പിക്കാൻ വാശി പിടിക്കുകയാണ്. അതാണ് അവർ കാണുന്ന ലോകം. അതാ ഞാൻ പറഞ്ഞത്, ഇന്ന് കുട്ടികൾ ജനിച്ചു വളരുന്ന സാഹചര്യത്തെ നമ്മൾ അറിയണം. കുട്ടി ചോദിക്കുമ്പോൾ നമ്മൾ മൊബൈൽ കൊടുക്കുന്നു, ഉമ്മയുടെ മൊബൈൽ വാങ്ങുന്നു, വാപ്പയുടെ മൊബൈൽ വാങ്ങുന്നു. കുട്ടികൾക്കൊക്കെ കാണേണ്ടത് റീൽസുകളാണ്. ഒരു വിധത്തിലുള്ള കോമഡി താരങ്ങളുടെ ഒരുപാട് ആ ഉദ്ഘാടന പരിപാടിക്ക് വേണ്ടി സംഘടിപ്പിക്കുന്ന കുറേ കോമഡി സംസാരങ്ങളാണ്, അല്ലെങ്കിൽ കുറേ ആട്ടങ്ങളാണ്, കുറേ പാട്ടുകളാണ്, അതല്ലെങ്കിൽ കുറേ വേഷവിധാനങ്ങളാണ്, അതുമല്ലെങ്കിൽ പറയാൻ പറ്റാത്ത പലതുമാണ്. ഇത് കണ്ടുകൊണ്ടാണ് നമ്മുടെ മക്കൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ മനസ്സുകളിലുള്ള ഹീറോ ഇവരാണ്. നാം അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞിട്ട് കേറുന്നില്ല, മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞിട്ട് അവിടെ ഹൃദയത്തിലേക്ക് പ്രിയപ്പെട്ടവരെ നമുക്കത് പ്രവേശിപ്പിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നിപ്പോകുന്നു. കാരണം ഇവിടെ മനസ്സുകളിൽ പതിഞ്ഞിരിക്കുന്ന ഹീറോ ഈ അർത്ഥത്തിലാണ്. ഏത് ഭക്ഷണം എന്നതുപോലും ഈ കുട്ടികൾ ഇത്തരത്തിലുള്ള ആ സോഷ്യൽ മീഡിയകളുടെ തെരഞ്ഞെടുത്ത് അത് ഇന്ന സ്ഥലത്ത് കിട്ടും, വാപ്പക്കറിയില്ല, ഉമ്മക്കറിയില്ല, അവിടേക്ക് പോകണമെന്ന് പറയുന്നു. അവന്റെ വേഷവും ഷേട്ടും അവർ അണിയുന്ന വസ്ത്രവും മുടിയും എല്ലാം സോഷ്യൽ മീഡിയ തീരുമാനിക്കുകയാണ്. അല്ലേ? നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ മാന്യമായ ഒരു ചുരിദാർ വാങ്ങാൻ അറിയപ്പെടുന്ന 4 ഷോപ്പുകളിൽ കയറി നോക്കൂ, ഇല്ല. ഷോപ്പിന്റെ ഉടമകൾ പറയുന്നു, അവിടുത്തെ സെയിൽസ്മാൻ പറയുന്നു, നിങ്ങൾ ഈ ലോകത്തൊന്നുമല്ലേ, കാലം മാറിയില്ലേ. അതൊക്കെ പോയി ഇനി എല്ലാ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ പാൻറ്റും ടീഷർട്ടിലേക്കും മാറിയിരിക്കുകയാണ്. നിങ്ങൾ എവിടെയാണ്? നിങ്ങൾ നേരം വെളുക്കാത്തവനാണോ എന്ന് നമ്മളോട് തിരിച്ചു ചോദിക്കുന്നൊരവസ്ഥയാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കാസിയാത്തുൻ ആരിയാത്തുൻ മുമീലാത്തുൻ മായിലാത്തുൻ റൂസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മായില ലാ യദ്ഖുൽനൽ ജന്ന വലാ യജിദിന റീഹഹാ എന്ന് പറയുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഹദീസ് സത്യത്തിൽ നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വേഷമണിഞ്ഞിട്ടും അണിയാത്തവരെ പോലെ, വസ്ത്രമണിഞ്ഞിട്ടും അണിയാത്തവരെ പോലെ, അല്ലേ? വസ്ത്രമണിഞ്ഞിട്ടുണ്ട് എന്നാൽ അണിയാത്തവരെ പോലെയാണ്. നടത്തത്തിൽ ഇങ്ങനെ ചാഞ്ഞും ചെരിഞ്ഞും അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി, അവിടെ ചിരിച്ച് ഇവിടെ ചിരിച്ച് ഒട്ടകത്തിൻ്റെ പൂഞ്ഞ പോലെ അവരെ തല ആടിക്കളിക്കുന്ന ഒരവസ്ഥയിലാണുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ റോഡിൻ്റെ മറുഭാഗത്ത് ഈ ഭാഗത്ത് ആ ഭാഗത്തൊക്കെ ഇരിക്കുന്നവരോട് വേണ്ടതിലും വേണ്ടാത്തതിലും ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പുതിയ തലമുറയെ നമ്മൾ കാണുന്നു. 4 പെൺകുട്ടികൾ നടന്നു വരികയാണെങ്കിൽ 4 പേരും ഇങ്ങനെ ബാക്കിലല്ല, അവർ ഒരുമിച്ച് റോഡിൻ്റെ ഒരു കാറിൻ്റെ വീതി അവരെടുത്തുകൊണ്ട് മാറിക്കൊടുക്കാത്ത വിധത്തിൽ അങ്ങനെ റോഡിലൂടെ നടക്കുന്ന, ആര് വന്ന് തട്ടിയാലും മുട്ടിയാലും പ്രശ്നമില്ലാത്ത വിധം, അല്ലേ? അവിടെ ആര് പെണ്ണ് എന്ന് വ്യത്യാസമില്ലാത്ത രൂപത്തിലേക്ക് മാധ്യമങ്ങൾ അന്തിച്ചർച്ച എന്തായിരുന്നു കഴിഞ്ഞ ആഴ്ച? കേരളത്തിലെ ഒരു പണ്ഡിതൻ പറഞ്ഞത്രേ, ആണും പെണ്ണും ഇടകലർന്നുകൊണ്ട് നിങ്ങൾ വ്യായാമങ്ങളിൽ ഏർപ്പെടരുത് എന്ന്. അത് വലിയ ചർച്ചയാണ്. എന്താ ആണും പെണ്ണും ഒരു ആ അർത്ഥത്തിൽ ഒന്ന് ഇടകലർന്നു നിന്നാൽ എന്നതാണ് മാധ്യമങ്ങൾക്ക് ആവശ്യം. എത്ര സമയമാണ്, എത്ര ചാനലുകളാണ് ആ വിഷയം ചർച്ചയ്ക്കെടുത്തത്? അതിന് കൂടിക്കൊടുക്കുന്നവർ അവർ നേരം വെളുക്കാത്തവരാണ്, അവർ എത്രയോ നൂറ്റാണ്ട് പിറകിൽ ജീവിക്കേണ്ടവരാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരവസ്ഥ ഞാനും നിങ്ങളും കാണുന്നു. കുടുംബജീവിതത്തിൻ്റെ നെടും തൂണുകളായ മാതാപിതാക്കൾ, ആ മാതാപിതാക്കൾ മക്കളെ പേടിച്ച് അയൽപ്പക്കത്ത് പോയി കിടക്കേണ്ട ഒരവസ്ഥ ഇന്ന് നമ്മൾ കേരളക്കരയിൽ കാണുന്നു, അല്ലെങ്കിൽ കർണാടകയിൽ കാണുന്നു, തമിഴ്നാട്ടിൽ കാണുന്നു. ഉണ്ട്, നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കൂ. ഉമ്മ പറയുന്നു, സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നു,
എൻ്റെ മോൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ്, പക്ഷെ അവൻ മാത്രമാണ്. വാപ്പ അവൻ്റെ 8ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. ആ വീട്ടിൽ എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണ്. ഒരു ഉമ്മയോട് ചെയ്യുന്നതല്ല അവൻ എനിക്ക് നേരെ വരുന്നത്, ഒരു ഉമ്മയോട് പെരുമാറുന്നത് പോലെയല്ല. അതുകൊണ്ട് ഞാൻ കുടുംബ വീട്ടിലേക്ക് പോകും. മഗ്‌രിബ് കഴിഞ്ഞിട്ട് അയൽപ്പക്കത്ത് പോയി കിടക്കലാണ്. ഇവന്റെ കൂടെ ഒരുമിച്ച് ആ വീട്ടിൽ ജീവിക്കാൻ എനിക്ക് ഭയമാണ് എന്ന് നൊന്ത് പ്രസവിച്ച മാതാക്കൾ സമൂഹത്തോട് തുറന്നു പറയുന്ന അവസ്ഥ നമ്മൾ കാണുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, പ്രിയപ്പെട്ടവരെ, നാളെ അള്ളാഹു നോക്കുകയില്ല, സംസ്കരിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ രംഗത്തും ലഅനല്ലാഹ്, അള്ളാഹുവിന്റെ ശാപമുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്തുമൊക്കെ എണ്ണിയപ്പോ അൽ ആഖുലി വാലിദൈഹി എന്ന് എണ്ണിയിട്ടില്ലേ? മാതാപിതാക്കളോട് കാണിക്കുന്ന ഈ കടുത്ത ധിക്കാരമുണ്ടല്ലോ, ഈ വൃത്തികേടുകളുണ്ടല്ലോ, ഒരു വാക്കിൽ പോലും ചേ എന്ന് പറയാൻ പാടില്ല എന്ന് പഠിപ്പിച്ച ഒരു വേദഗ്രന്ഥത്തിൻ്റെയും സന്ദേശം ഉൾക്കൊള്ളുന്ന ഒരു മതത്തിൻ്റെയും അനുയായികൾ, അവരുടെ പേരുകൾ മാതാപിതാക്കൾക്ക് നേരെ കയ്യോങ്ങുന്ന, മാതാപിതാക്കൾക്ക് നേരെ ലൈംഗിക അതിക്രമത്തിനൊരുങ്ങുന്ന, മാതാപിതാക്കളെ കൊന്നു തീർക്കുന്ന ഒരവസ്ഥയിലേക്ക് സമൂഹം പോയിക്കൊണ്ടിരിക്കുന്ന ദയനീയമായ അവസ്ഥ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും കാണുകയാണ്, കേൾക്കുകയാണ്. അള്ളാഹു നമ്മെയും നമ്മുടെ മക്കളെയും ബന്ധുമിത്രാദികളെയും അള്ളാഹു താല കാത്തുരക്ഷിക്കുമാറാകട്ടെ. സമൂഹത്തെ അള്ളാഹു ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാകട്ടെ. പ്രത്യേകമായി നമ്മളൊക്കെ പ്രാർത്ഥിക്കണം, നമ്മൾ ആഗ്രഹിക്കണം, നമ്മൾ പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, അള്ളാഹുൽ നന്നായി തവക്കുൽ ചെയ്യുക. കാരണം നമ്മൾ വിചാരിക്കുന്ന ഒരു സ്ഥലത്തല്ല ലോകമുള്ളത്. എൻ്റെ സമയം അവസാനിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിചാരിക്കുന്നൊരു ലോകത്തല്ല പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ മക്കളുള്ളത്. അപ്പോൾ ഈ കുടുംബം ചർച്ച ചെയ്യുമ്പോൾ ഇതിൽ ഒരു വലിയ പങ്ക്, ഒരു മാതാവിനെ, ഗവൺമെന്റ് ജോലിയിൽ നിന്ന് വിരമിച്ച ഒരു മാതാവിനെ പ്രിയപ്പെട്ടവരെ ഒരു വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി ആക്കുന്നത് നിങ്ങൾ വായിച്ചോന്ന് എനിക്കറിയില്ല. 4 മക്കളാണ് അവർക്ക്, 4 മക്കൾ. ആ 4 മക്കളും ഉയർന്ന ജോലിയുള്ളവരാണ്. അമേരിക്കയിലാണ് ഒരു മോൻ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു മോൻ അമേരിക്കയിലാണ്, ബാക്കിയുള്ളവർ ഒരാൾ നാട്ടിലും മറ്റുള്ളവർ വ്യത്യസ്തമായ വിദേശ രാജ്യങ്ങളിലാണ്. എന്നിട്ട് അവർ നാട്ടിലുണ്ടായിരിക്കെ ഈ അമ്മ നന്നായി ജോലി ചെയ്ത്, അച്ഛൻ മരിച്ചുപോയി, ഈ മക്കളെ പഠിപ്പിച്ച് ഇവരെ വലിയ ഉദ്യോഗസ്ഥന്മാരാക്കി മാറ്റി ഈ മാതാവിനെ തട്ടിക്കളിക്കുകയാണ്. ഈ മോൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ അവൻ്റെ ഭാര്യ ചോദിക്കും, എന്താ നിങ്ങൾ ഇവിടെ തന്നെ, നിങ്ങൾക്ക് എൻ്റെ ഭർത്താവിൻ്റെ ജേട്ടൻ്റെ നിങ്ങളുടെ മൂത്ത മോൻ്റെ വീട്ടിൽ പോയി നിന്നൂടെ? ഇങ്ങനെ തട്ടിക്കളിച്ച് രക്ഷയില്ലെന്ന് കണ്ട് അവസാനം കാലു പിടിച്ച് ചെറിയ മോൻ്റെ വീട്ടിൽ താമസിക്കുക. കേൾക്കണേ, എന്നിട്ട് ആ മോൻ സന്തോഷത്തോടു കൂടി നോക്കുന്നു എന്ന് അമ്മ വിചാരിക്കുന്നു. പക്ഷേ ഒരു ദിവസം മാറ്റി ഒരുക്കി വൃദ്ധസദനത്തിലേക്ക് അമ്മയെ കൊണ്ടുപോകുമ്പോൾ വീൽ ചെയറിൽ അമ്മയെ ഇരുത്തി ആ കാറിൻ്റെ അടുത്തേക്ക് തള്ളിക്കൊണ്ടുവന്ന് അമ്മയെ സീറ്റിലേക്ക് എടുത്തു വെച്ച്, സ്നേഹത്തോടെ എടുത്തു വെച്ച് വീൽ ചെയർ മടക്കി കാറിൽ വെച്ച് വൃദ്ധസദനത്തിലേക്ക് പോകുമ്പോൾ നല്ല ഗവൺമെന്റ് ജോലിയിൽ നിന്ന് വിരമിച്ച അമ്മ ബോർഡ് വായിച്ച് ചോദിച്ചു മോനോട്, മോനെ, എന്തു തെറ്റാടാ ഞാൻ നിന്നോട് ചെയ്തത്? എന്തു തെറ്റാടാ ഞാൻ നിന്നോട് ചെയ്തത്? ആ വൃദ്ധസദനത്തിൽ അവിടെ വെച്ചിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് ഒപ്പിടേണ്ട സ്ഥലത്ത് ഒപ്പിട്ട് അവിടെ ഏൽപ്പിക്കേണ്ട പണം ഏൽപ്പിച്ച് വീൽ ചെയറിൽ ഇരിക്കുന്ന അമ്മയുടെ കണ്ടു നിറഞ്ഞിട്ടും യാതൊരു കൂസലുമില്ലാതെ അമ്മയെ വൃദ്ധസദനത്തിലാക്കി അവിടുത്തെ ആളുകളെ ഏൽപ്പിച്ച് തിരിച്ചു പോകുമ്പോൾ അമ്മ അവൻ്റെ വിരലുകൾ പിടിച്ചു വലിക്കുന്നു. മോനെ, എന്തു തെറ്റാടാ ഞാൻ നിന്നോട് ചെയ്തത്? എന്തു ശല്യമാണ് ഞാൻ നിന്റെ വീട്ടിലുണ്ടാക്കുന്നത്? ഞാൻ നിന്റെ വീട്ടിൻ്റെ ഒരു മൂലയിൽ ഇരുന്നാൽ നിനക്കെന്തു പ്രയാസമാണ് മോനെ ഉണ്ടാവുക എന്ന് ചോദിക്കുന്നു. ഭാര്യ അവനോട് പറയുന്നു, മോൻ്റെ ഭാര്യ ദേ അവളുടെ ഭർത്താവ് ഈ അമ്മയുടെ മകനോട് പറയുന്നു, നിങ്ങൾ വരുന്നുണ്ടോ? ശക്തമായ ചോദ്യത്തിൻ്റെ മുന്നിൽ അമ്മയുടെ പിടുത്തം വിടിയിപ്പിച്ച് ഇവൻ മുന്നോട്ട് പോകുന്നു. ഉടനെ അവൻ അവിടെ കല്ല് തട്ടി മറിഞ്ഞു വീഴുന്നു. വീൽ ചെയറിൽ വന്ന അമ്മ എല്ലാം മറന്ന്, എൻ്റെ മോൻ വീണിരിക്കുന്നു. വീൽ ചെയറിൽ നിന്ന് തായോട്ട് ഇറങ്ങി ആ മോൻ്റെ അടുത്തേക്ക് നീങ്ങി മോൻ്റെ തല മടിയിലെടുത്തു വച്ചിട്ട് മോൻ്റെ മുടിയിൽ തടവിയിട്ട് ചോദിക്കുന്നു, മോനെ, നിനക്ക് വല്ലതും പറ്റിയോടാ? മോനെ, നിനക്ക് വല്ലതും പറ്റിയോടാ? ഇതാണ് ഒരമ്മ, ഇതാണ് ഒരു ഉമ്മ, അല്ലേ? ഈ സന്ദർഭങ്ങളെ ഞാൻ നിങ്ങൾ വായിച്ചിട്ടുണ്ട്. എന്നിട്ടും ആ അമ്മയെ വീണ്ടും വീൽ ചെയറിലേക്ക് അവൻ തന്നെ എടുത്തു വച്ച് ടാറ്റ പറഞ്ഞ് തിരിച്ചു പോകുമ്പോൾ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധത്തെ നമ്മൾ ഇനി എങ്ങനെയാണ് നിർവചിക്കുക? എങ്ങനെയാണ് നമ്മൾ വിശദീകരിക്കുക? ഗൗരവത്തോടു കൂടി ആലോചിക്കണം. ഇത് ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല.
ഈ അർത്ഥത്തിൽ എല്ലാ സമൂഹത്തിലേക്കും പതുക്കെ പതുക്കെ ഇത്രത്തോളം അല്ലെങ്കിൽ വേറെ രൂപങ്ങളിൽ കടന്നു വരുന്നു എന്ന ദയനീയമായ രംഗം നമ്മൾ ഓർക്കണം. വീട്ടിലേക്ക് കെട്ടിക്കൊണ്ടുവരുന്ന ഒരു മരുമോൾ എന്ന് പറയുന്ന മകളെപ്പോലെ കാണേണ്ട ആ പെൺകുട്ടിയെ മകളെപ്പോലെ കാണുന്നതിന് പകരം അവളെ വേറെ അർത്ഥത്തിൽ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. തൻ്റെ മോളെ വേറൊരു വീട്ടിലേക്ക് കൊടുത്തയച്ചിട്ടുണ്ട്, അല്ലെ? അവളെക്കുറിച്ച് അന്വേഷിക്കുന്ന ഈ വാപ്പയും ഉമ്മയും വേറൊരു വീട്ടിൽ നിന്ന് ഈ വീട്ടിലേക്ക് വന്ന പെൺകുട്ടിയെ വേദനിപ്പിക്കുന്ന, മാനസികമായ ടോർച്ചറിക്ക് വിധേയമാക്കുന്ന കുടുംബങ്ങളുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. മാറണം, നമ്മൾ ചിന്തിക്കണം. പ്രിയപ്പെട്ടവരെ, അസ്മാ ബിൻതു ഖാരിജ തൻ്റെ മകളെ ഒരു പുതുവണ്ണായി പറഞ്ഞയക്കുമ്പോൾ നൽകിയൊരു ഉപദേശം നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ മതി. 1 മണിക്കൂറോ 2 മണിക്കൂറോ അത് മാത്രം പറയാനുണ്ട്. അവിടെ പറയുന്നുണ്ട്, അസ്മാ ബിൻതു ഖാരിജ തൻ്റെ മോളോട് പറയുന്നുണ്ട്, ഫകൂനി ലഹു അർള യകുൽ ലക്കി സമാ വകൂനി ലഹു മിഹാദ യകുൽ ലക്കി ഇമാദ വകൂനി ലഹു അമത് യകുൽ ലക്കി അബ്ദ എന്നൊക്കെ പറഞ്ഞിട്ട് ദീർഘമായ ഉപദേശം കൊടുക്കുന്നുണ്ട്. മോളെ, നീ അവൻ്റെ മുമ്പിൽ ഭൂമിയോളം താന്നു നിൽക്കണം. എങ്കിൽ എല്ലാം ക്ഷമിച്ച്, അതെ, ഒരു ക്ഷമ അങ്ങേറ്റം അവലംബിച്ചുകൊണ്ട് അവൻ്റെ മുമ്പിലും ആ വീട്ടിലും നീ കഴിയേണ്ടത് ഇങ്ങനെയാണ്. അപ്പം നിന്റെ മുമ്പിൽ അവനായിത്തീരുന്ന, നിനക്ക് കിട്ടാൻ പോകുന്ന വലിയ പദവിയും ഉയർച്ചയും അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. നീ വകൂനി ലഹു മിഹാദ യകുൽ ലക്കി ഇമാദ, അല്ലേ? അവന് കൊടുക്കേണ്ട എല്ലാവിധ സൗകര്യങ്ങളും സുഖങ്ങളും നൽകി നീ അവൻ്റെ മുമ്പിൽ ഒരു തൊട്ടിലായി. അതേ പോരാ, നീ അവർ സുഖം നൽകുന്ന ഒന്നായി അവൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ അവൻ നിന്റെ മുന്നിൽ നിനക്ക് അവലംബമായി നിൽക്കാൻ, നിനക്ക് ചാരി നിൽക്കാൻ, നിന്റെ പ്രതിസന്ധികളെ മറികടക്കാൻ, നിന്നെ ഏറ്റവും നല്ല സുരക്ഷിതത്വ വലയം നൽകി നിനക്ക് സപ്പോർട്ട് നൽകുന്ന നിന്റെ മുമ്പിൽ അവനായി മാറുമെന്ന് ആ ഉമ്മ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. നീ ഒരു വകൂനി ലഹു അമത് യകുൽ ലക്കി അബ്ദ, നീ ഒരു അടിമയെപ്പോലെ എന്ന് പറഞ്ഞാൽ ഒരു അടിമ സ്ത്രീയെപ്പോലെ അവൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവൻ നിന്റെ മുമ്പിൽ ഒരു അടിമയെപ്പോലെ, 2 പേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി ഒരാളെ കൊണ്ട് ഒരു ജോലി ചെയ്യിപ്പിക്കുകയല്ല, 2 പേരും ഒരുപോലെ ജോലി ചെയ്യുന്ന, ഒരുപോലെ മനസ്സിലാക്കുന്ന, ഒരുപോലെ ഇടപെടുന്ന, ഒരുപോലെ കാര്യങ്ങളെ ചർച്ച ചെയ്യുന്നവരായി മാറുമെന്ന് ഇങ്ങനെ നീണ്ട ഉപദേശങ്ങളാണ് ബഹുമാന്യയായ ആ അസ്മാ ബിൻത് ഖാരിജ തൻ്റെ കുഞ്ഞിന് നൽകുന്നത്. അത് വിശദീകരിച്ച് പറയേണ്ടതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളെന്താ പറഞ്ഞു കൊടുക്കാറുള്ളത്? കല്യാണം കഴിഞ്ഞ് പോകുന്ന ഒരു കുട്ടിയുടെ പ്രശ്നത്തിൽ ഇടപെട്ടപ്പോൾ ആ കുട്ടിയുടെ ഉമ്മ പറഞ്ഞ ആദ്യത്തെ വാക്കെന്താ അറിയോ? ഇനി നാളെ തന്നെ രാവിലെ എണീറ്റ് വാപ്പക്കുമ്മക്കും ചായ ഉണ്ടാക്കി കൊടുത്ത് ശീലിപ്പിക്കണ്ട, പിന്നെ എന്നും കൊടുക്കേണ്ടി വരുമെന്ന്. മനസ്സിലായോ? കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ തന്നെ പറയാ, ഇനി അവിടെ പോയിട്ട് നാളെ തന്നെ പണിയെടുത്ത് ശീലിച്ച് കാണിച്ചു കൊടുക്കണ്ട, പിന്നെ എന്നും നിനക്കൊരു ഒഴിവുണ്ടാവില്ല. ഇതാ മുൻഗാമികൾ പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാണ്, ഏതർത്ഥത്തിലാണ്? ഞാൻ ആ വീട്ടിൽ പോയി ചെയ്യുന്ന ഒരു ചെറിയ ജോലി, ആ പാത്രം ഒന്ന് കഴുകി കൊടുക്കുന്നത്, അതെ, അവിടുത്തെ ഉമ്മയെ ഒന്ന് എണീപ്പിക്കുന്നത്, അവിടുത്തെ വാപ്പയെ ഒന്ന് താക്കി കൊടുക്കുന്നത്, അവർക്കൊരു ചായയും പലഹാരവും ഉണ്ടാക്കി കൊടുക്കുന്നത്, ഇത് പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് കുടുംബത്തിന്റെ മാധുര്യമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. ആ അർത്ഥത്തിലാണ് സ്നേഹമുള്ള ഒരു സ്ത്രീയെ കല്യാണം കഴിക്കാൻ, കൂടുതൽ പ്രസവിക്കുന്ന സ്ത്രീയെ കല്യാണം കഴിക്കാൻ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം തരുന്നതൊക്കെ നമ്മൾ വായിച്ചാൽ, ഒരു കുഞ്ഞിനെ ഗർഭം ചുമക്കുന്നത് മുതൽ ഒരു ഉമ്മ അനുഭവിക്കുന്ന വേദന, പ്രയാസം, വഹിനൻ അലാ വഹിനിൻ, പിന്നെ പ്രസവ വേദന, എത്രയോ ശരീരത്തിലെ എല്ലുകൾ മുറിയുന്നത് പോലെ, ഊരിയെടുക്കുന്നത് പോലെ അനുഭവിക്കുന്ന വേദന, പിന്നെ ആ ഗർഭകാലം മുഴുവൻ അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾ, ഒരു പ്രസവത്തിൻ്റെ വേദന, ആ കുഞ്ഞിന് പാല് കൊടുക്കാൻ തൻ്റെ അമ്മിഞ്ഞ പാല് കൊടുക്കാനില്ലാത്ത ഘട്ടത്തിൽ ഒരു ഡോക്ടറെ അടുത്തേക്ക് ആളെ അയച്ച് ഒരു പ്രിസ്ക്രിപ്ഷൻ കുറിച്ചു വാങ്ങി ഒരു മെഡിക്കൽ ഷോപ്പിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലോ പറഞ്ഞയച്ച് ഒരു പൊടി വാങ്ങിക്കൊണ്ടുവന്ന് പാലിൽ ചേർത്ത് കടിച്ച് തൻ്റെ കുട്ടിക്ക് വേണ്ടി പാലുണ്ടാകാൻ കൊതിച്ച ഒരു ഉമ്മ തൻ്റെ നെഞ്ചിടത്തിലേക്ക് ചേർത്ത് പിടിച്ച് ആ കുഞ്ഞിന് നൽകുന്ന ആ പാല്, പ്രിയപ്പെട്ടവരെ, എത്ര വേദനകളാണ്, എത്ര പ്രയാസങ്ങളാണ്. 2 വർഷം ആ കുഞ്ഞിനെ മുലയൂട്ടിയത്, ഘട്ടങ്ങളായി ആ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരാൻ റബ്ബിന്റെ തൗഫീക്കിനാൽ ആ മാതാവും പിതാവും സഹിച്ച ത്യാഗങ്ങൾ, ഇതൊക്കെ ആലോചിക്കുമ്പോൾ എന്തിനാണിത്? പുതിയ തലമുറ ലോകത്തോട് വിളിച്ചു പറയുന്നത് എന്തിനാ ഇങ്ങനെ ഒരു ജീവിതം? അവിടെയാണ്
ഒരുപാട് സെലിബ്രിറ്റികളായി അറിയപ്പെടുന്ന ആളുകളെ നാം ഓർക്കേണ്ടി, അവരുടെ പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലേ? എന്തിനാ ഇത്ര വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്? എന്തിനാ 2 സാക്ഷികൾക്ക് മുമ്പാകെ ഒപ്പിടുന്നത്? എന്തിനാ നിങ്ങൾ വിവാഹം കഴിക്കുന്നത്? ലൈംഗികമായ സുഖമാണെങ്കിൽ എന്തിനതിന് കരാറ്? എന്തിനതിന് സാക്ഷികൾ? അതിനെന്തിനാ പള്ളി? അതിനെന്തിനാ ചർച്ച്? അതിനെന്തിനാ അമ്പലം എന്ന് ചോദിക്കുന്നവർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അവിടെ പ്രശ്നമാണ് ആ വീട്ടിൽ, ഇവിടെ പ്രശ്നമാണ്. ആ പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞ് അവൾ വിവാഹമോചിതയാണ്. ഇതൊക്കെ ചർച്ചക്കെടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് പുതിയ തലമുറയിൽ ജീവിക്കുന്ന കുട്ടികളോട് പറയുന്നു വിവാഹത്തിലേക്ക് അടുക്കേണ്ടതില്ല എന്ന്. ഇവിടെ റഫീഖ് സലഫി ആ കാര്യം പറഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് എന്താണ് വിവാഹം, എന്തിനാണ് വിവാഹം, എന്താണ് കുടുംബം, എന്തിനാണ് കുടുംബം? ഇത് സർവശക്തനായ അല്ലാഹുവിൻ്റെ അടുക്കൽ നിന്ന് കൂലി കിട്ടുന്ന വലിയൊരു കാര്യമാണ് നമ്മൾ ഏറ്റെടുത്തത് എന്ന ബോധം ആണിനും പെണ്ണിനും ഉണ്ടാകുമ്പോൾ അവിടെ അമ്മായിമ്മ പോരും, മരുമകൾ പോരും, നാത്തൂൻ പോരും ഒന്നും ഇല്ലാതെയാകും, അല്ലേ? മകളുടെ കയ്യിൽ നിന്ന് വീണ ഗ്ലാസ് ഉമ്മക്ക് പ്രശ്നമില്ല, മരുമോളുടെ കയ്യിൽ നിന്ന് വീണ ഗ്ലാസ് ഉമ്മക്ക് പ്രശ്നമാണ്. ഉമ്മ തന്നെ കൊണ്ടുവച്ച ടേബിളിൽ ആ ഗ്ലാസ് മരുമോളുടെ ഒരു ചുരിദാറിൻ്റെ അല്ലെങ്കിൽ ഷാളിൻ്റെ അല്ലെങ്കിൽ പർദ്ദയുടെ ഡ്രസ്സിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം തട്ടി വീണാൽ ആ കൊണ്ടുവച്ചാക്കല്ല കുറ്റം. പിന്നെയും ഉമ്മ ചോദിക്കുന്നു നിനക്കെന്താ കണ്ണ് കാണില്ലേ എന്ന്. വെക്കാൻ പറ്റാത്തൊരു സ്ഥലത്ത് ഗ്ലാസ് വെച്ചത് ചർച്ചയാകുന്നില്ല. ഇല്ല, ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ കുറ്റം കണ്ടെത്താൻ ശ്രമിക്കുന്ന, ചെറിയ കാര്യങ്ങൾക്ക് പോലും പർവ്വതീകരിച്ച് വലുതാക്കാൻ ശ്രമിക്കുന്ന, എൻ്റെ മോളെ പോലെ കാണാൻ, എൻ്റെ മോനെ പോലെ മരുമോനെ കാണാൻ പറ്റാത്തൊരു ലോകത്തിലേക്ക് ആളുകൾ ഇങ്ങനെ പുതിയ സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ കേൾക്കുമ്പോൾ നമ്മുടെ പെൺകുട്ടികൾ പറയുന്നു എനിക്ക് പെട്ടെന്ന് വിവാഹം വേണ്ട, പെട്ടെന്ന് വേണ്ട എന്ന് ആദ്യം പറയുന്നു. പിന്നെ പതുക്കെ പതുക്കെ വിവാഹം വേണ്ട എന്നതിലേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ അവർക്ക് വേണ്ടി ചെലവഴിക്കുന്ന ഓരോ ചെറിയ ചില്ലിക്കാശും പടച്ചവന്റെ അടുക്കൽ നിന്ന് കൂലി കിട്ടുന്നതാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ദീനാറുൻ അൻഫഖ്തഹു ഫീ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിച്ച ഒരു ദീനാർ, വദീനാറുൻ അൻഫഖ്തഹു ഫീ റഖബ വദീനാറുൻ തസദ്ദഖ്ത ബിഹി അലാ മിസ്കീൻ, പാവപ്പെട്ടവർക്ക് വേണ്ടി നീ ചെലവഴിച്ച ദീനാർ, അതുപോലെ മിസ്കീന് വേണ്ടി ചെലവഴിച്ച ദീനാർ, അടിമ മോചനത്തിന് വേണ്ടി കൊടുത്തത്, അള്ളാന്റെ മാർഗത്തിൽ കൊടുത്തത്, വദീനാറുൻ അൻഫഖ്തഹു അലാ അഹ്ലിക്, നിന്റെ കുടുംബത്തിന് വേണ്ടി നീ ചെലവഴിച്ചത്, അഅ്ളമുഹാ അജ്റാ അല്ലദീ അൻഫഖ്തഹു അലാ അഹ്ലിക്, അതിലൊക്കെ ഏറ്റവും മുടച്ചു നിൽക്കുന്ന പ്രതിഫലം പ്രതീക്ഷിക്കാവുന്നത് നീ കുടുംബത്തിന് വേണ്ടി ചെലവഴിച്ചതാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി, എൻ്റെ ബന്ധുമിത്രാദികൾക്ക് വേണ്ടി ഞാൻ ചെലവഴിക്കുന്ന ഒരു നാണയത്തുട്ട് വെറുതെയാവില്ല. അത് അല്ലാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് എന്ന് ഓർത്തുകൊണ്ടാണ് നാം ചെലവഴിക്കേണ്ടത്. പോരാ, എങ്ങനെയെങ്കിലും അവർക്ക് വേണ്ടി ചെലവഴിക്കാൻ കുറുക്ക് വടികളിലൂടെ നമ്മൾ സമ്പാദിക്കരുത്. ബത്തുന് വയറ് നിറയ്ക്കുന്നത് ഹറാമാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കും അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട്, റിസൾട്ടുകൾ ഉണ്ടാവുക. മക്കളിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് ഹറാമിലൂടെ വളർത്തിയാൽ നിങ്ങൾ പറഞ്ഞാൽ അനുസരിക്കാത്ത, നിങ്ങളെ എതിർക്കുന്ന, നിങ്ങളെ തള്ളി വീഴ്ത്തുന്ന അപമര്യാദയോടുകൂടിയുള്ള പെരുമാറ്റം അവരിൽ നിന്ന് പ്രതീക്ഷിക്കാം. സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും പട്ടിണി കൊണ്ട് പൊറുതിമുട്ടിയപ്പോഴും അവരുടെ ഭാര്യമാർ അവർ പുറത്തിറങ്ങിപ്പോയി വല്ല മാർഗവും ഉണ്ടോ എന്ന് നോക്കാമെന്ന് പറയുമ്പോഴും ചുരുക്കി പറയട്ടെ, അവർ പറഞ്ഞ വാക്കുണ്ട്. എന്താണ് അവർ പറഞ്ഞ വാക്ക്? അതേ, ഇയ്യാക്, നീ സൂക്ഷിക്കണേ, വകസ്ബൽ ഹറാം, നോക്ക്, പോയിട്ട് അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്ത ഹറാമായ ഒന്നും സമ്പാദിക്കരുത്, സൂക്ഷ്മത വേണം. ഫഇന്നാ നസ്ബിറു അലൽ ജൂ വലാ നസ്ബിറു അലൻ നാർ, ഞങ്ങൾ നരകം സഹിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല, വിശപ്പും ദാഹവും പട്ടിണിയും ഞങ്ങൾ ക്ഷമിച്ചോളാമെന്ന് അവർ പറയുന്നു. പ്രിയപ്പെട്ടവരെ, എന്നാൽ നമ്മുടെ ഭാര്യമാരും നമ്മുടെ കൂട്ടുകുടുംബങ്ങളും, നിങ്ങൾ 5 കൊല്ലായി, നിങ്ങൾ 10 കൊല്ലായി ദമാമിൽ പോയിട്ട്, 20 കൊല്ലായി നിങ്ങൾ ജുബൈയിൽ വന്നിട്ട്, സൗദി അറേബ്യയിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 15 കൊല്ലായി, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോയിട്ട് എന്താ നിങ്ങൾ നേടിയത്? അപ്പുറത്തെ മുഹമ്മദിനെ കണ്ടില്ലേ, ഇപ്പുറത്തെ അഹമ്മദിനെ കണ്ടില്ലേ, 4 കൊല്ലാൻ നിന്നത്, നല്ല വീട് കെട്ടിയില്ലേ, നല്ല വാഹനമില്ലേ, നല്ല കാറില്ലേ, നല്ല സംവിധാനങ്ങളില്ലേ എന്ന് ചോദിച്ച് ആ ഭർത്താവിന് പടച്ചവന് ഇഷ്ടമില്ലാത്ത മേഖലയിലേക്ക് തള്ളിവിടാൻ പ്രേരിപ്പിക്കുമ്പോൾ നാം ഒരിക്കലും ചാഞ്ചല്യപ്പെട്ടു പോകരുത്. ഉറച്ചു നിന്നുകൊണ്ട് അവർക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണമെന്ന് കൃത്യമായി നമുക്ക് ബോധ്യമുണ്ടാകണം. ആ തിന്മകളുടെ സർവ്വ പഴുതുകളും അടച്ചുകൊണ്ടായിരിക്കണം പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ഈ കുടുംബത്തെ നയിക്കാനുള്ള ഈ പെടാപ്പാട് പെടേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പോരാ,
കുടുംബം ഇസ്ലാമികമാകണമെന്ന് പറയുമ്പോൾ, കുടുംബത്തിന്റെ ഇസ്ലാമികമായ ആ കൃത്യത വരണമെന്ന് പറയുമ്പോൾ തുടക്കം മുതലേ ഉണ്ടാകണം. പെണ്ണ് കാണൽ ചടങ്ങ് പോലും ഇന്ന് അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്തതാണ്. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു വലിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ ബാറക്കല്ലാഹു ലക് വബാറക അലൈക് വജമഅ ബൈനകുമാ ഫീ ഖൈർ എന്ന് 3 വട്ടം പ്രാർത്ഥിച്ചുകൊണ്ട് സദസ്സ് പിരിയുമ്പോൾ അധിക സദസ്സുകളിലും അള്ളാഹുവിന്റെ ബറക്കാത്തുകൾ കിട്ടാത്ത വിധത്തിലാണ് ഇന്ന് സമൂഹത്തിന്റെ പെണ്ണുകാണലും കല്യാണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. പെണ്ണുകാണൽ ചടങ്ങ് ബുർജ് ഖലീഫയുടെ ആകൃതിയിൽ ഡെക്കറേറ്റ് ചെയ്ത മിഠായി കൊണ്ടുപോയിട്ടില്ലെങ്കിൽ പെണ്ണുകാണൽ ചടങ്ങ് ശരിയാവൂല. മനസ്സിലായില്ലേ? ലോകത്തറിയപ്പെടുന്ന ഏതൊക്കെ സ്മാരകങ്ങളുണ്ടോ അതൊക്കെ മിഠായി കൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത് ഗുഡ്സിലും പിക്കപ്പിലും കൊണ്ടുവരികയാണ്. കുടുംബത്തിൽപ്പെട്ട 10 പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ കാണണം, അവർക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്ത മിഠായികൾ കൊണ്ടുവരണം. ലക്ഷങ്ങളും 10,000ങ്ങളും അതിനുവേണ്ടി തുലക്കുകയാണ്. അല്ലേ? പ്രേമിച്ച് അവസാനം വ്യഭിചരിച്ച് പിന്നെയാണ് കല്യാണം നടക്കുന്നത്. എങ്ങനെ പ്രതീക്ഷിക്കാം അള്ളാഹുവിന്റെ സഹായം? പ്രേമിച്ച് അത് അഫയർ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ പ്രേമത്തിൽപ്പെട്ട് ബെസ്റ്റി എന്ന് പറഞ്ഞ് എന്തൊക്കെയാണ് വിളിക്കുന്നത്, സമയമില്ല സുഹൃത്തുക്കളെ. എന്നിട്ട് അവസാനം ഈ അർത്ഥത്തിലാ പിന്നെ വിവാഹത്തിലേക്ക് കിടക്കുന്നത്. എങ്ങനെയായിരിക്കും സർവശക്തനായ അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാകുക? വിശുദ്ധി നഷ്ടപ്പെടുമെന്ന് നമ്മൾ ഓർക്കുക. പെണ്ണുകാണിൽ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടതുപോലെയല്ല നടക്കുന്നത്. പിന്നെ കണ്ടുപോയിട്ട് നിക്കാഹ് 2 മാസം കഴിഞ്ഞിട്ടാ പിന്നെ അവനൊരു ഫോണ് കൊടുക്കുക, രാത്രിയും പകലും വിളിക്കുക, ഉമ്മയുടെ ഫോണിലേക്ക് വിളിക്കുക, ഉമ്മ പറയുന്നു നിനക്കാണ് ഫോണ്, വാപ്പയുടെ ഫോണിലേക്ക് വിളിക്കുക, വാപ്പ പറയുന്നു നിനക്കാണ് ഫോണ്. ആരാ ഈ പെൺകുട്ടിയുടെ ആരാണവൻ? വിളിച്ചുകൊണ്ടേയിരിക്കാൻ, എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യം ചോദിക്കാനും പറയാനും ഉണ്ടെങ്കിൽ അതല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത്. മറിച്ച് വിളിച്ചുകൊണ്ടേയിരിക്കുക, രാവിലെ വിളിക്കുക, ഉച്ചയ്ക്ക് വിളിക്കുക, രാത്രി വിളിക്കുക, 1 മണിക്കൂർ പുതപ്പിനുള്ളിൽ കിടന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. ബാപ്പ ഫോണ് കൊടുക്കുന്നു, ഉമ്മ ഫോണ് കൊടുക്കുന്നു, എന്നിട്ട് അവസാനം പറയുന്നു ആ നിശ്ചയിച്ചത് പ്രശ്നമായിട്ടുണ്ട് എന്ന്. മനസ്സിലായില്ലേ? ആ നിശ്ചയിച്ചത് പ്രശ്നമായിട്ടുണ്ട്. ആരാ ഇതിനൊക്കെ കാരണക്കാര്? ആരാ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? എന്നിട്ട് പിന്നെ ലിവിങ് ടുഗദർ പോവുക. പെണ്ണ് കണ്ട ഉടനെ നിക്കാവൊന്നും കഴിഞ്ഞിട്ടില്ല, രണ്ടാളും ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കുക. പാപ്പ ചിരിച്ചു നോക്കിക്കുക, ഉമ്മ ചിരിച്ചു നോക്കിക്കുക, കുടുംബക്കാർ ഫോട്ടോ എടുത്ത് കൊടുക്കുക, പാപ്പന്റെ മൊബൈൽ എടുക്കുക, ഇവർ രണ്ടാളും ഒട്ടിച്ചിരിക്കുക. ആരാണ് ഇവളുടെ ആരാണ് ഇവൻ? ഇതൊന്നും ചിന്തിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഒന്ന് ഗൗരവമായി ആലോചിക്കണം. ഒരു ചെറിയ ചടങ്ങ് കൊണ്ട് തീരാവുന്നത് മല്ലക്കല്യാണമായി, മല്ലിക കല്യാണമായി, പിന്നെ നീലക്കല്യാണമായി ഒക്കെ അതിനനുസരിച്ചുള്ള ഡ്രസ്സും കോലങ്ങളുമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലേ? കണ്ണൂരിൻ്റെയും കാസർഗോഡിൻ്റെയും ഇടയിൽ പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ അവിടുത്തെ ഒരു ഹൈന്ദവ SI സബ് ഇൻസ്പെക്ടർ സദസ്സിന് എന്നെ വിളിച്ചു. നിങ്ങളാണോ ഇവിടുത്തെ പ്രഭാഷകൻ എന്ന് ചോദിച്ചു. അതെ, ഒരു കാര്യം പറയാനുണ്ട്, ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. എന്നെ സൈഡിലേക്ക് കൊണ്ട് ഞാൻ വിചാരിച്ചു പെർമിഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അറിയില്ല. അയാൾ പറഞ്ഞെന്താ അറിയോ? ഇതിലൂടെ പോയാൽ ഒരു പള്ളിയുണ്ട്, വലിയ പള്ളിയാ. ആ പള്ളിയിലെ മയ്യത്ത് കട്ടിലെടുത്തിട്ടാണ് ഇവിടുത്തെ ഒരു കല്യാണത്തിന് പുതിയാപ്പിളയെ കൊണ്ടുപോയത്. മനസ്സിലായോ? ആ പള്ളിയിലെ മയ്യത്ത് കട്ടിലെടുത്തിട്ടാണ് ഇവിടുത്തെ ഒരു പുതിയാപ്പിളയെ കല്യാണത്തിന് കൊണ്ടുപോയത്. അതിൽ പുതിയാപ്പിളയെ ഇരുത്തിയിരിക്കുക, എന്നിട്ട് ചെറുപ്പക്കാര് മയ്യത്ത് കട്ടിലിന്റെ കാലിൽ പിടിക്കുക, ബാക്കിൽ മഫ്തിയും പറഞ്ഞിട്ട സ്ത്രീകൾ കൈകൊട്ടി കട്ടിലിന്റെ ബാക്കിൽ നടക്കുക. മനസ്സിലായോ? അതേ കട്ടിൽ അവനെ അതേ നിമിഷം മരിപ്പിച്ച് കിടത്താൻ അള്ളാഹ്ക്ക് കഴിയും. പക്ഷെ അള്ളാഹ് തിന്മകൾ അയച്ചിട്ട് കൊടുക്കും. അള്ളാഹ് ഇഷ്ടമില്ലാത്ത ഈ ചെയ്തികൾ ചെയ്യുന്നവർക്ക് അവർ നന്നാകാനും ആലോചിക്കാനും സമൂഹത്തിന് ചിന്തിക്കാനുമുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കും. എന്നിട്ട് ഈ തോന്നിവാസം നടക്കുക. ഹൈന്ദവൻ പറയാ നമ്മളോട് ഒന്ന് പറഞ്ഞു കൊടുക്കണം, നിങ്ങളെ കൗമിനോട് പറഞ്ഞു കൊടുക്കണം. ആരാ പറയുന്നത്? ഒരു പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ചാർജുള്ള ഒരു ഹൈന്ദവ സഹോദരൻ പറയാ, ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇത് അവസ്ഥയിലേക്കാണ് ഈ മുസ്ലിം ഉമ്മത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. നിക്കാഹ് വലിയ പൊങ്ങച്ചത്തിന്റെ വേദിയാക്കുക, ബൈക്കിന്റെ ചാവി ബിരിയാണിയിൽ ഒളിപ്പിച്ചു വെക്കുക, 3000 ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. എത്ര സൗകര്യം വേണ്ടി വരും? 3000. ഈ സദസ്സ് എത്ര ആളുണ്ടാവും? 3000 ആളുകൾക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക. എന്നിട്ട് ജ്വല്ലറിയുടെ മുമ്പിൽ നിർത്തിയ പോലെ ബൈക്ക് കല്യാണ വീടിന്റെ മുമ്പിൽ നിർത്തിയിരിക്കുക, അതിന്റെ ചാവി ബിരിയാണിക്കുള്ളിൽ ഒളിപ്പിക്കുക. എന്നിട്ടൊരു അനൗൺസ്, ഒരു ബിരിയാണിക്കുള്ളിൽ ബൈക്കിന്റെ ചാവിയുണ്ട്, അതാർക്ക് കിട്ടിയോ അവർക്ക് ബൈക്ക്. അപ്പോ സീറ്റിലിരുന്നവർ ചോറ് മാന്തുന്നു, ചാവി കാണുന്നില്ല, അടുത്ത സീറ്റിലേക്ക് പോകുന്നു, തല്ലാകുന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആളുകൾ വരേണ്ടി വന്നു. കല്യാണത്തിന് മാന്യമായി വിളിച്ച് ഭക്ഷണം കൊടുത്ത് പറഞ്ഞേക്കേണ്ട സദസ്സ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ കൺട്രോൾ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് നാടിൽ എവിടെയെങ്കിലും ഉണ്ടോ? സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അന്വേഷിച്ചു നോക്കൂ നിങ്ങൾ. ഇതൊക്കെ ആരാ ചെയ്യുന്നത്?
6 ദിവസം മദ്രസയിലേക്ക് പോകുന്നുവെന്ന് പറയുന്ന മുസ്ലിം ഉമ്മത്തിൽ നിന്ന് കുറുന്തോത്തിക്ക് തന്നെ വാദമുണ്ടാകുന്നു എന്ന് പറയുന്നത് പോലെ ഈ ഉമ്മത്തിൽ നിന്ന് ഉണ്ടാകാൻ പറ്റുമോ? ഈ ഉമ്മത്തിൽ ഇത് കാണാൻ പറ്റുമോ? ഇതിനാരുണ്ട് പ്രിയപ്പെട്ടവരെ പ്രതികരിക്കാൻ? ഇതൊക്കെ ഗൗരവമായി ചിന്തിക്കണം, ആലോചിക്കണമെന്ന് പറയുകയാണ്. ധാരാളമായി വിശദീകരിക്കാനുള്ള നമ്മുടെ സമയമില്ല. നമ്മുടെ കുട്ടികളെ കാർന്നു പിടിക്കുന്ന 3 ഇസങ്ങളുടെ പേര് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ഒന്ന്, പ്രിയപ്പെട്ടവരെ, മെറ്റീരിയലിസമാണ്, ഭൗതികവാദം. ഈ കാണുന്ന ഈ ലോകത്തെ ഈ പ്രപഞ്ചത്തിൽ കാണുന്നതിനപ്പുറം ഒന്നുമില്ല എന്ന വാദം കോളേജുകളിൽ, ക്യാമ്പസുകളിൽ, നാടുകളിൽ വലിയ ബാഗ് തൂക്കി ഒരു തുണിയുടെ സഞ്ചി തൂക്കിയവർ ബുദ്ധിജീവികളാണെന്ന് അവകാശപ്പെടുന്നവർ നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഈ പ്രപഞ്ചത്തിൽ കാണുന്നതിനപ്പുറം മറ്റൊന്നുമില്ല. പിന്നെ അവരോട് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല, സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല, നരകത്തെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ഭൗതികവാദത്തിൻ്റെ ആളുകളാണ്. അവർ കണ്ണുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ കാണുന്നത് വിശ്വസിച്ച് നിൽക്കാനേ തയ്യാറാവുന്നുള്ളൂ. നിസ്കാരം അവൻ നിർത്തുകയാണ്, പതുക്കെ പതുക്കെ അവൻ നിരീശ്വരത്തിലേക്ക് പോവുകയാണ്, പതുക്കെ പതുക്കെ അവൻ ലിബറലിസത്തിലേക്ക് മാറുകയാണ്. ഈ കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന്, ഇവിടെ റഫീഖ് സലഫി സൂചിപ്പിച്ചതുപോലെ ഇൻഡിവിജ്വാലിസമാണ്. ഞാൻ എന്ന ഭാവത്തിലേക്ക് കുട്ടികൾ മടങ്ങുകയാണ്. ഞാൻ എന്ന വ്യക്തി തീരുമാനിക്കും എൻ്റെ ലൈഫ് എങ്ങനെയാകണമെന്ന്. മൈ ബോഡി ഈസ് മൈ ചോയ്സ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ അത് ഈസ് മൈ റൈറ്റ് എന്ന് പറയുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടതുപോലെ തിരഞ്ഞെടുക്കാൻ എൻ്റെ ബോഡി എൻ്റെതാണ്, എനിക്ക് അവകാശമുണ്ട്, ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത് എന്ന് പറയുന്നു. ഇങ്ങനെ ചില ഇസങ്ങൾ നമ്മുടെ ക്യാമ്പസുകളിലും നമ്മുടെ ചുറ്റുഭാഗത്തുമൊക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പിന്നെ യൂട്ടിലിറ്റേറിയനിസം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, പ്രായോഗികവാദം അല്ലേ, അങ്ങനെ പറയാ. പിന്നെ മലയാളം പ്രായോഗികത എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് പിന്നെ എന്തു ചെയ്യാം. മാപ്പയും ഉമ്മയും ഒക്കെ നമ്മൾ ജനിപ്പിക്കാൻ ഒരു കാരണമായ ഒന്ന് മാത്ര. അവർ എന്തുവരെ ചോദിച്ചോടി നിങ്ങൾ, ഒരു വാപ്പി ഉമ്മി ഒരു കുട്ടി ജനിക്കാൻ ഇടയായ ഒരു ശാരീരിക ബന്ധത്തിൽ എനിക്കെന്ത് കിട്ടി സുഖം, അവർക്ക് സുഖം കിട്ടാനല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇവിടുത്തെ ബുദ്ധിജീവികൾ. മനസ്സിലായില്ലേ എന്താ ചോദിച്ചത്? ഒരു മാതാപിതാക്കൾ ഒരു ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ, ഞാൻ ജനിക്കാൻ കാരണമായ ഒരു ബന്ധത്തിൽ എനിക്കെന്ത് ലാഭമുണ്ടായി, അവർക്ക് സൗകര്യവും സുഖവും കിട്ടി എന്നതിനപ്പുറം എനിക്കെന്ത് കിട്ടി എന്ന് ചോദിക്കുന്ന, അപ്പൊ പിന്നെ ഞങ്ങൾക്ക് അവരോട് കടമയില്ല, കടപ്പാടില്ല, അവരോടുള്ള നന്ദി ഞങ്ങൾക്ക് ആവശ്യമില്ല, സ്നേഹം ഞങ്ങളുടെ അജണ്ടയിലില്ല, ആർദ്രത ഞങ്ങളുടെ അജണ്ടയിലില്ല എന്ന് വിളിച്ചു പറയുകയാണ്. സഹോദരങ്ങളെ, അവസാനിപ്പിക്കുമ്പോൾ ഞാൻ പറയുന്നു, ഞാനും നിങ്ങളും ഗൗരവപൂർവം ഒരു ചിന്തയും ആലോചനയിലേക്കും കടക്കേണ്ടതുണ്ട്. ഞാൻ വിട്ടുപോയ, എനിക്കു തന്ന സംഘാടകർ തന്ന ഹിൻസിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. വിട്ടുപോയതുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് വരും സംസാരങ്ങളിൽ അത് കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് സംസാരിക്കാൻ നമുക്ക് ശ്രമിക്കാം. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. കാര്യം സത്യസന്ധമായി പഠിക്കാനും അസത്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കിയതിനെ മാറ്റി നിർത്തുവാനുമുള്ള ഏറ്റവും വലിയ സൗഭാഗ്യം അല്ലാഹു തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണം, ഒരു സെക്കൻഡിൽ 3 പേർ ലോകത്ത് മരിച്ചു വീഴുന്നു എന്ന കണക്കാണ്. നിങ്ങളുടെയൊക്കെ മൊബൈലിൽ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ നമുക്ക് കാണാം, ഒരു സെക്കൻഡിൽ ലോകത്ത് 3 ആൾ മരിച്ചു വീഴുന്നു. അങ്ങനെ ഒരു സെൻറ്റൻസ് നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു നോക്കി. സംസാരം അവസാനിക്കുമ്പോൾ ലോകത്ത് മിനിമം ഒരു സെക്കൻഡിൽ 3 പേർ മരിക്കുന്നു. നിങ്ങൾ പറഞ്ഞോ എൻ്റെ കൂടെ, ലോകത്ത് മിനിമം ഒരു സെക്കൻഡിൽ 3 പേർ മരിക്കുന്നു. അങ്ങനെ ഒരു സെൻറ്റൻസ് ഒരാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെങ്കിൽ ഒരു 3 സെക്കൻഡ് വേണ്ടേ? അപ്പോഴേക്കും 9 ആൾ മരിച്ചു. ഒരു മിനിറ്റിൽ 180 ആളാണ് ലോകത്ത് മരിക്കുന്നത്. ഒരു മിനിറ്റിൽ 180 ആൾ, 10 മിനിറ്റിൽ 1800 ആൾ. ഞാനിവിടെ 1 മണിക്കൂർ സംസാരിച്ചപ്പോൾ ലോകത്ത് അതിനെ ഒന്ന് ഗുണിച്ച് നോക്കി എത്ര മരണങ്ങൾ നടന്നു കഴിഞ്ഞു. അതുകൊണ്ട് മരണബോധമുണ്ടാക്കുക, ധൂർത്തുകളിൽ നിന്ന് മാറുക, അനാവശ്യങ്ങളിൽ നിന്ന് മാറുക, തൻ്റെ കുടുംബത്തെ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് അടുപ്പിക്കാൻ എന്തു ചെയ്യണമെന്ന് ആലോചിക്കുക. ഫാമിലി കോൺഫറൻസും കഴിഞ്ഞ് മടങ്ങുമ്പോൾ അള്ളാഹുവിൻ്റെ ഖുർആൻ എത്രത്തോളം പഠിച്ചവരായി നമ്മൾ മാറിയിട്ടുണ്ട്, ഖുർആനും സുന്നത്തും പഠിക്കുന്നവരായി നമുക്ക് മാറാൻ സാധിച്ചിട്ടുണ്ടോ? ഇംഗ്ലീഷ് ഫ്ലുവൻ്റായി സംസാരിക്കുന്നവർ ജുബൈലിന്റെ ഫാമിലി കോൺഫറൻസിലുണ്ട്. ഹിന്ദി സംസാരിക്കുന്നവരുണ്ട്, വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവരുണ്ട്, അറബി ഭാഷ കൊളോക്കിയലായി സംസാരിക്കുന്ന, ഫുസാരിയില്ലെങ്കിലും നന്നായി ഇവിടുത്തെ നാടൻ ശൈലി സംസാരിക്കുന്ന ആളുകൾ ഉണ്ടാവും. ഞാൻ ചോദിക്കട്ടെ, അള്ളാഹുവിന്റെ ഖുർആനിൽ 6200 ചില്ലാൻ ആയത്തുകളിൽ നിന്ന് 30 ജുസുകളിൽ നിന്ന് എത്ര സൂറത്ത് ഈ 40, 50, 60 വയസ്സായിട്ട് എനിക്കറിയും? അക്ഷരങ്ങൾ മാറാത്ത, സിലബസ് മാറാത്ത, അർത്ഥം മാറാത്ത അള്ളാഹുവിന്റെ ഖുർആൻ കേൾക്കാൻ തുടങ്ങിയിട്ട് 50 കൊല്ലായിട്ട് എന്തു പഠിച്ചു ഞാൻ
എന്ന ചോദ്യത്തിന് ഞാനും നിങ്ങൾ ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. എന്തു പഠിച്ചു? എൻ്റെ മക്കൾ ഡോക്ടറാണ്, എഞ്ചിനീയറാണ്, ബിരുദാനന്ദ ബിരുദങ്ങളുള്ളവരാണ്, ഒരാൾ അവിടെയാണ് ഇവിടെയാണ് കാനഡയിലാണെന്നൊക്കെ അവകാശപ്പെടുമ്പോൾ ദീനീ രംഗത്ത് 4 മക്കൾ ഉണ്ടായിട്ട് ഒരു മോനെ സമ്മാനിക്കാൻ, 4 പെൺകുട്ടികൾ ഉണ്ടായിട്ട് ഒരു മോളെ ദീന് പഠിപ്പിച്ച് കുടുംബത്തിന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരാളാക്കി മാറ്റാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന്റെ ചിഹ്നം ഹൃദയത്തിലേക്ക് ഇട്ടുതന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സർവശക്തനായ അള്ളാഹു കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള എല്ലാവിധ സൗകര്യങ്ങളും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവേ, ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്ത് മാപ്പ് നൽകണേ അള്ളാഹു. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളുണ്ട്, ഞങ്ങളുടെ പ്രബോധകന്മാരിൽ രോഗികളായി കിടക്കുന്നവരുണ്ട്. അള്ളാഹുവെ, നീ അവർക്ക് പെട്ടെന്ന് എളുപ്പത്തിലുള്ള ശിഫ നൽകി അനുഗ്രഹിക്കണേ അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ മൺമറഞ്ഞു പോയ ഉമ്മമാരുടെ, ജ്യേഷ്ഠാനിയന്മാരുടെ, ഭാര്യ ഭർത്താക്കന്മാരുടെ, മക്കളുടെ കബറിടങ്ങളെ നീ വിശാലമാക്കി കൊടുക്കണേ അള്ളാഹുവെ, കടത്തിലകപ്പെട്ടു പോയവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹുവെ, ഹലാലായ മാർഗത്തിൽ അത് വീട്ടാനുള്ള സൗഭാഗ്യം നീ പ്രദാനം ചെയ്യണേ അള്ളാഹുവെ, ഞങ്ങളുടെ കച്ചവടങ്ങളിൽ, ക്രയവിക്രയങ്ങളിൽ, ജോലിയിൽ, ഇടപാടുകൾ നിന്റെ റഹ്മത്തും ബറക്കാത്തും നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുമ്മ ഖല്ലിസ് ഖുലൂബനാ മിനർ റിയാ, അല്ലാഹുമ്മ ഖല്ലിസ് ഖുലൂബനാ മിനൻ നിഫാഖ്, അല്ലാഹുമ്മ ഖല്ലിസ് ഖുലൂബനാ മിനശ് ശിർക്ക് വൽ കുഫർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.